കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ലിവർ പ്രിൻസിപ്പിളും മെക്കാനിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. ലിവർ കൊണ്ട് കിട്ടുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ലിവർ ഉപയോഗിച്ച് നമുക്ക് ചെറിയ ഒബ്ജക്റ്റിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. ചെറിയ ഫോഴ്സ് കൊണ്ട് വലിയ ഒബ്ജക്റ്റിനെ, വലിയ വസ്തുക്കളെയൊക്കെ, വലിയ ഹെവി മാസൽ ഒബ്ജക്റ്റിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യിക്കാനൊക്കെ പറ്റും. ഓക്കെ, അതിന്റെ ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന ഒരു ടേമാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് തന്നെയാണ്. ഫോർ ആൾമോസ്റ്റ് ഓൾ പ്രാക്ടിക്കൽ കേസസ് ഇറ്റ് ഈസ് സെയിം ആസ് ദി സെന്റർ ഓഫ് മാസ്. ആ പോയിന്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് എ പോയിന്റ് വേർ യു ക്യാൻ ബാലൻസ് ദി ഒബ്ജക്ട് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് ബോഡിയെ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതുപോലെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എമൗണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, mg. അതിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്. അപ്പൊ അത്രയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത്രയും ഫോഴ്സ് കൊടുത്താൽ ആ ഒബ്ജക്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു ചെറിയ ഒരു മീറ്റർ സ്കെയിൽ എടുക്കുക. ആ മീറ്റർ സ്കെയിലിന്റെ ഭാരം ഒരു 100 ഗ്രാം ആണെന്ന് വിചാരിച്ചു. അപ്പൊ ആ മീറ്റർ സ്കെയിലിന് താഴേക്ക് 0.1 g ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത്. നമ്മൾ അതിന്റെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മളിങ്ങനെ വിരലിൽ കൊടുത്തിട്ട് ആ മീറ്റർ സ്കെയിലിനെ ബാലൻസ് ചെയ്യിക്കാൻ നോക്കിയാൽ പറ്റില്ല. ഒരു പോയിന്റിൽ, അതിന്റെ ഏതാണ്ട് മിഡിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം അത്രയും ഫോഴ്സ് അപ്വേർഡ് ആയിട്ട് കൊടുത്താൽ ദാറ്റ് വിൽ ബിക്കം ബാലൻസ്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരും. അല്ലാത്ത മറ്റേതെങ്കിലും പോയിന്റിലാണ് നിങ്ങൾ ആ മീറ്റർ സ്കെയിലിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഫോഴ്സ് കൊടുത്താലും അത് ബാലൻസ്ഡ് ആവില്ല. അത് ഒന്നെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യും. നമുക്കറിയാലോ, നമ്മളൊരു മീറ്റർ സ്കെയിൽ കെട്ടി തൂക്കിയിട്ടാണ് അത് ഹൊറിസോണ്ടൽ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് എന്ന്, മിഡ് പോയിന്റ് മീൻസ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ആ പോയിന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലേ അത് ഹൊറിസോണ്ടൽ ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. വേറെ ഏത് പോയിന്റിൽ അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്താലും നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷേ നെറ്റ് ടോർക്ക് 0 ആവില്ല. അതുകൊണ്ട് തന്നെ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഒബ്ജക്റ്റിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിമത്തെ നെറ്റ് ഫോഴ്സ് 0 ആക്കിയാൽ മാത്രം പോരാ, നെറ്റ് ടോർക്കും കൂടി 0 ആക്കണം. അപ്പോഴാണ് അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്നത്. അതിനൊരു ഗുഡ് എക്സാമ്പിൾ ആണ് ഈ ഒരു സ്കെയിലിന് നമ്മൾ കെട്ടി തൂക്കിയിടാം, സസ്പെൻഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ സസ്പെൻഡ് ചെയ്താലൊന്നും അത് നമ്മളെ സ്കെയിലിന്റെ വെയിറ്റ് എത്രയാണോ ഈക്വൽ വെയിറ്റ് നമുക്ക് മുകളിലേക്ക് കൊടുക്കാം. ആ സസ്പെൻഡ് ചെയ്യുന്നതോട് കൂടി ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ അതിലുള്ള നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ ബാലൻസ് ചെയ്യും? വെയിറ്റിനെ ബാലൻസ് ചെയ്യും. പക്ഷേ വെയിറ്റിനെ ബാലൻസ് ചെയ്തു എന്നത് കൊണ്ട് ആ സ്കെയില് ഈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരില്ല. അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് താഴെ വീഴും. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അതിന് റൊട്ടേഷനും ഉണ്ടാവില്ല, ട്രാൻസ്ലേഷനും ഒന്നും ഉണ്ടാവില്ല. അത് റെസ്റ്റിൽ അങ്ങനെ നിൽക്കും. ഹൊറിസോണ്ടൽ ആ സ്കെയില് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. ബാലൻസ്ഡ് എന്ന് നമ്മൾ പറയും. അത് മനസ്സിലാവുമല്ലോ. അതാണ് അതിന്റെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പൊ ആ പോയിന്റ് പ്രത്യേകത എന്താണ്? ആ പോയിന്റിൽ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉള്ള ടോർക്ക് 0 ആകും. അല്ലെങ്കിൽ ആ പോയിന്റിന് അബൌട്ട് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ടോർക്ക് ഇല്ല. അപ്പൊ ആ പോയിന്റിൽ നമ്മൾ അപ്വേർഡ് ആയിട്ട് വെയിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്താൽ ആ ഒബ്ജക്റ്റിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ആ പോയിന്റിനെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഓൺ എ റിജിഡ് ബോഡി about which the total gravitational torque or total torque due to gravitational force is 0. ഒരു ഒബ്ജക്റ്റില് ഒരു റിജിഡ് ബോഡി ഒരു പർട്ടിക്കുലർ പോയിന്റ് കണ്ടെത്താം. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ആ പോയിന്റ് അബൌട്ട് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള ടോർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആ റിജിഡ് ബോഡിയുടെ മൊത്തം ടോർക്ക്, ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെയും ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്ടർ സം നടത്തിയാൽ കിട്ടുന്ന ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള ടോർക്ക് 0 ആയി പോകുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് എല്ലാ റിജിഡ് ബോഡിയിലും ഉണ്ടാകും. ദാറ്റ് പോയിന്റ് ഈസ് കാൾഡ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. ആൻഡ് ഇഫ് യു ബാലൻസ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒബ്ജക്ട് അറ്റ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി, നിങ്ങൾ ആ റിജിഡ് ബോഡിയെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഒരു ഓപ്പോസിറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്ത് ബാലൻസ് ചെയ്താൽ that body will come in mechanical equilibrium.
ആ ഒബ്ജക്ട് പിന്നെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടാവും, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്തായാലും ഉണ്ടാവും, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം കൂടി കിട്ടും. അപ്പോൾ അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാവും. ദാറ്റ് ഈസ് ദി പെക്യൂലിയാരിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ ദി റിജിഡ് ബോഡി, അഗൈൻ ഇറ്റ് ഈസ് എ പോയിന്റ് ഇൻ ദി റിജിഡ് ബോഡി about which total torque due to gravitational force is 0. Again, rigid ബോഡിയിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. ആ പോയിന്റ് പ്രത്യേകത the total gravitational torque about that point is 0. That is the point of center of gravity. ഇനി എന്താണ് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇൻ മോസ്റ്റ് കേസസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് സെയിം പോയിന്റ്. എപ്പോഴാണ് മാറ്റം വരിക എന്ന് ചോദിച്ചാൽ ഇഫ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരീസ് ഓവർ ദി റിജിഡ് ബോഡി. ആ റിജിഡ് ബോഡിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും രണ്ട് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് കിട്ടും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കേന്ദ്രമാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭാരം വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സെന്റർ ആണ്. കോമൺ ലേമാൻ വ്യൂവിൽ പറഞ്ഞാൽ മാസിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഒരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കോമൺ സെന്റർ എടുത്താൽ അതാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കോമൺ സെന്റർ എടുത്താൽ അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. മാസും വെയിറ്റും തമ്മിൽ ജി കോൺസ്റ്റന്റ് ആവുമ്പോൾ മാസും വെയിറ്റും എല്ലായിടത്തും ഒരേ റിലേഷൻഷിപ്പ് ആവും. ഓക്കെ, പക്ഷെ ജി മാറാൻ തുടങ്ങിയാൽ മാസും വെയിറ്റും ഒരേപോലെയല്ല. മാസ് മാറില്ല, വെയിറ്റ് ആർക്കനുസരിച്ച് മാറും, ജി മാറുന്നതിനനുസരിച്ച് മാറും. അപ്പൊ ജി മാറുന്നില്ല എങ്കിൽ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തുല്യമായി വരും. ഇതാണ് പറയാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ചും കൂടി ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിലുള്ള ഒബ്ജക്ട്സിനെയൊക്കെ സംബന്ധിച്ച് സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസും തുല്യമാണ്. ഓക്കെ, ഹെവി ഒബ്ജക്ട്സ്, വളരെ ലാർജ് എക്സ്റ്റൻഡ്, വളരെ വലിയ സൈസുള്ള ഒബ്ജക്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റിന്റെ മൊത്തം സെന്റർ ഓഫ് മാസ് ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ there will be a slight difference between the center of mass and the center of gravity. ഒരാൾ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റി അത്രയും വലിയൊരു ഒബ്ജക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ പ്രശ്നം? ആ മൗണ്ട് എവറസ്റ്റിന്റെ ബോട്ടം സൈഡിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ ടോപ്പിലെത്തുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ സെയിം അല്ല. സോ ദി വാല്യൂ ഓഫ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് നോട്ട് കോൺസ്റ്റന്റ് ഓവർ ദി റിജിഡ് ബോഡി. അപ്പൊ അത്തരം വലിയ റിജിഡ് ബോഡീസ് അല്ലാത്തടത്തോളം കാലം you can assume that the value of acceleration due to gravity remains constant over the entire body. അങ്ങനെയുള്ള കേസിലൊക്കെ നിങ്ങൾക്ക് പറയാം എന്ത് സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആണ്. ചുരുക്കി പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി differs only if the center of mass and center of gravity will be the same if the acceleration due to gravity is constant, g is constant. ഓക്കെ, അതാണ് ഇനി ആണ് അതിന്റെ ഒരു സ്ലൈഡാണ് ഇനി. സ്ലൈഡിൽ അതിന്റെ റൈറ്റപ്പ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. So this is that. ഇതാണ് നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. So center of gravity of a rigid body is a point about which the total torque due to the gravitational force on the body is 0. If g is constant over the entire rigid body, then center of mass and center of gravity are the same, Cg equal to Cm. The body can be balanced against the gravitational force and torque by applying a force equal to its weight at the center of gravity. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സാധാരണ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മൾ കെട്ടി തൂക്കിയിടുമ്പോഴും എന്തെങ്കിലും ബാലൻസ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് പിന്നിലുള്ള ഫിസിക്സ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇതില് പിന്നില് ഒരുപാട് കാര്യങ്ങൾ നമ്മള് കോമൺ എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഒരുപാട് ഡെമോൺസ്ട്രേഷൻസും ഒരുപാട് കാണിക്കാൻ പറ്റിയ ഒരു വലിയൊരു മേഖലയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസും, പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് അതിനനുസരിച്ച്. സ്ക്രീന് കാണുന്നില്ല സർ. ഓക്കെ, ഷെയർ ചെയ്യാൻ മറന്നു. ശരി, താങ്ക് യു.
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഇതുവരെ നമ്മൾ എടുത്തതാണ്. സ്ക്രീൻ വരെ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നോട്ടിലേക്ക് എഴുതണമെങ്കിൽ എഴുതാം. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉപരി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ചെന്നാൽ മേസണേഴ്സ് പടവ് നടത്തുന്ന ആളുകളൊക്കെ തൂക്കം നോക്കാന്ന് പറയും. ഒരു തൂക്കട്ട ഉണ്ടാവും, അതിങ്ങനെ ഒരു നൂലിലൊരു കല്ല് തൂക്കിയിട്ടിട്ട് ഒരു വെയിറ്റ് തൂക്കിയിട്ടിട്ട്, കല്ലല്ല, അവരിങ്ങനെ വെച്ച് നോക്കുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില കുട്ടികളൊക്കെ. എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് കല്ലുകൾ അടുക്കി വെക്കുക. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എല്ലാ കല്ലിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി സെയിം വെർട്ടിക്കൽ ലൈനിൽ വരണം. അതാണ് അവരുടെ എൻഷുർ ചെയ്യുന്നത്. ഓരോ കല്ലിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണല്ലോ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. വ്യത്യസ്ത കല്ലുകളുടെ വെയിറ്റുകൾ വ്യത്യസ്ത പോയിന്റ് ലൈനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ടോർക്ക് വരും. ചിലപ്പോ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന കോണ്ടാക്ട് ഫോഴ്സിന്റെ ടോർക്ക് ഒന്നും മതിയാകാതെ വന്നാൽ അത് കുറെ ഹൈറ്റിലേക്കൊക്കെ ബിൽഡിംഗ് പോകുമ്പോൾ അത് പൊളിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾമോസ്റ്റ് സെയിം ലൈനിൽ തന്നെ എല്ലാ ഒബ്ജക്ട്സിന്റെയും അതിലാക്കി വെക്കുന്ന എല്ലാ കല്ലുകളുടെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരണം. വെയിറ്റ് എന്ന് കോമൺ ലൈനിലൂടെ താഴേക്കായിരിക്കണം എന്ന് എൻഷുർ ചെയ്യാനാണ് ഈ അത് നോക്കുന്നത്, പ്ലം ലൈൻ എന്ന് പറയും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് തൽക്കാലം അതിലേക്ക് പോണ്ട, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോ ദിസ് ഈസ് അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഹെഡിങ്ങുള്ള കാര്യങ്ങൾ നിങ്ങോട്ടിലേക്ക് എഴുതിയാൽ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എങ്കിലും എഴുതിയാൽ മതി. എപ്പോഴാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസും വ്യത്യസ്തമാകുക എന്ന് ചോദിച്ചാൽ ജി കോൺസ്റ്റന്റ് അല്ല എങ്കിൽ നമുക്ക് പറയാം സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അത് വർക്ക് ആൻഡ് പവർ. വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ റിജിഡ് ബോഡി അബൌട്ട് എ സ്മാൾ ത്രൂ എ സ്മാൾ ആംഗിൾ ഡി തീറ്റ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. റിജിഡ് ബോഡി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ് ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ദെൻ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഡോട്ട് ഡി തീറ്റ. ഈ ഇക്വേഷൻ നമ്മൾ ആ ടേബിളിലുണ്ട്. ഏത് നമ്മൾ പറഞ്ഞു ലീനിയർ മോഷനും ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറെ ഇക്വേഷൻസ് എഴുതാം. അതിൽ നിന്നാണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്, ഇത് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അത് അത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര കാണാത്തത് കൊണ്ടും നമ്മുടെ ഫോക്കസ് ഏരിയ ഒക്കെ വന്നത് കൊണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് എല്ലാം തോന്നിയത് കൊണ്ട് സ്കിപ്പ് ചെയ്യാം. എപ്പോഴും ഇത് കറസ്പോണ്ടിങ് ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഡി തീറ്റ. അതുപോലെ മറ്റൊരു ഇക്വേഷൻ ആണ് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അത് ഏത് ഇക്വേഷൻ ആണ്? ലീനിയർ മോഷനിലെ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനെ റീപ്ലേസ് ചെയ്ത് കറസ്പോണ്ടിങ് ആംഗുലാർ മോഷൻ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ആവശ്യം വരും. സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഡി തീറ്റ. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വർക്ക് ഡൺ in rotating a rigid body about a fixed axis through a small angle d theta by a torque tau. ഒരു റിജിഡ് ബോഡിയിൽ നമ്മൾ ഒരു ടോ എന്ന് പറയുന്ന ഒരു ടോർക്ക്, എക്സ്റ്റേണൽ ടോർക്ക് കൊടുക്കുന്നു. ആ ടോർക്കിന്റെ ഫലമായിട്ട് റിജിഡ് ബോഡി വളരെ ചെറിയൊരു ആംഗിളിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആ ടോർക്കിന്റെ ഫോഴ്സ്, ആ ടോർക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണമല്ലോ. ആ ഫോഴ്സ് ചെയ്ത വർക്ക് അല്ലെങ്കിൽ ആ ടോർക്ക് ചെയ്ത വർക്കാണ് ഡി ഡബ്ല്യു. ഓക്കെ, ഇനി പവറിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഫോർ റൊട്ടേഷൻ അബൌട്ട് ഫിക്സഡ് ആക്സിസ് ടോ ആൻഡ് ഡി തീറ്റ ആർ പാരലൽ ഓർ ഓപ്പോസിറ്റ്. അപ്പോൾ ഡി ഡബ്ല്യുവിന് രണ്ട് സാധ്യതകളുണ്ട്. വർക്ക് പോസിറ്റീവ് ആകാം, വർക്ക് നെഗറ്റീവ് ആകാം. എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആകാം? ടോർക്കിന്റെ ഡയറക്ഷനും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റയുടെ ഡയറക്ഷനും ഒരേപോലെ ആകുമ്പോൾ. ടോർക്കിന്റെ ഡയറക്ഷൻ കാണാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആ ഫോഴ്സും ഏത് പോയിന്റ് അബൌട്ട് ആയിട്ടാണോ ടോർക്ക് കാണുന്നത് അതും അവിടെ നിന്നുള്ള ആ പൊസിഷൻ വെക്ടർ ആറും ഫോഴ്സും കിട്ടിയാൽ ആർ ക്രോസ് എഫ് ആണ് ടോർക്ക്. അപ്പൊ അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഫിംഗേഴ്സ് ഒക്കെ എൻസർക്കിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ സങ്കല്പിച്ചിട്ട് ടോർക്കിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം. ടോർക്ക് ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് ഫിക്സഡ് ആക്സിസ് നമ്മൾ പറഞ്ഞു ടോർക്ക് ഷുഡ് ബി അലോങ് ദി റൊട്ടേഷൻ ആക്സിസ്. വേറെ ടോർക്ക് പോസിബിൾ അല്ല. അപ്പൊ ടോർക്ക് എപ്പോഴും റൊട്ടേഷൻ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആകാം. ഡിസ്പ്ലേസ്മെന്റും അതേപോലെ തന്നെ റൊട്ടേഷൻ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലോ ഓപ്പോസിറ്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷൻ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ്, സോറി, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നോർമലി ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നോക്കിയാൽ അറിയാം. റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നമ്മുടെ തമ്പ് മുകളിലേക്ക് വരും. ആ മുകളിലേക്കുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദി റൊട്ടേഷൻ ആക്സിസ് എന്ന് എടുക്കാം.
അല്ലെങ്കിൽ നമ്മൾ റൊട്ടേഷൻ ആക്സിസിന് ചുറ്റും തമ്പ് ഫിംഗേഴ്സ് ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് പിടിച്ചാൽ തമ്പ് റൊട്ടേഷൻ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ വരും. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നോർമലി ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആ ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ഒക്കെ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ഇമാജിൻ എപ്പോഴും നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് ആണ് എടുക്കാറ്? ഇസഡ് ആക്സിസ് ആണ്. അതെപ്പോഴും ഓർമ്മയിൽ വേണം. അപ്പൊ ഇസഡ് ഡയറക്ഷനിലായിരിക്കും ആന്റി ക്ലോക്ക് വൈസിൽ ആണ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡി തീറ്റയുടെ ഡയറക്ഷൻ ഇസഡ് ആക്സിസിലായിരിക്കും. ടോർക്കിന്റെ ഡയറക്ഷനും ഇസഡ് ആക്സിസിലാണ് എങ്കിൽ അവിടെ ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇനി ടോർക്കിന്റെ ഡയറക്ഷൻ മൈനസ് ഇസഡ് ഡയറക്ഷനിലാണ്, ഒബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണെങ്കിൽ അവിടെ ചെയ്ത വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ പഠിക്കുന്നുണ്ട്. ഫോഴ്സ് പോസിറ്റീവ് എക്സ്, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എക്സിലാണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. ഫോഴ്സ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് ആണ്. ഫോഴ്സ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. ഫോഴ്സ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും ആണെങ്കിലും വർക്ക് നെഗറ്റീവ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഓർത്തിരിക്കുക. വൺ ഡയമെൻഷണൽ മോഷന്റെ സമാനമായ സിറ്റുവേഷൻസ് ആണ് ഇവിടെ. അപ്പൊ ടോർക്ക് വർക്ക് പോസിറ്റീവ് ഉണ്ടാകാം, നെഗറ്റീവ് ഉണ്ടാകും റൊട്ടേഷണൽ മോഷനിലും. ലീനിയർ മോഷനിൽ നമ്മൾ വർക്ക് പോസിറ്റീവ് ആകും, നെഗറ്റീവ് ആകാനും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ റൊട്ടേഷണൽ മോഷനിലും വർക്ക് പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. എപ്പോഴാണ് പോസിറ്റീവ് ആകുക, എപ്പോഴാണ് നെഗറ്റീവ് ആകുക? ടോർക്ക് ഇസഡ് ആക്സിസിലും റൊട്ടേഷൻ നടക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആണെങ്കിൽ ദ വർക്ക് വിൽ ബി പോസിറ്റീവ്. ടോർക്ക് ഇസഡ് ആക്സിസിലും റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആണെങ്കിൽ അപ്പോൾ അവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവും, ടോർക്ക് പോസിറ്റീവ് ആവും. ദെൻ അഗെയിൻ ദി വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. അങ്ങനെ പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ ടോ ഡി തീറ്റ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡി ഡബ്ല്യു ഡിഫറൻഷ്യൽ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ ഡി ടി ചെയ്താൽ മതി. ഡി ഡബ്ല്യു ബൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ഡിഫറൻഷിയേഷന്റെ ഒരു പാർട്ടാണ് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ആണ് ശരിക്കും. അതിന്റെ മാത്തമാറ്റിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. എന്നാലും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഡി ഡബ്ല്യുവിനെ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദി ഡി ഡബ്ല്യു ബൈ ഡി ടി. സോ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് കാണും. ഇപ്പോൾ ഇവിടെ ഡി ഡബ്ല്യു ഇവിടെ ഉണ്ട്, മൈനസ് ടോ ഡി തീറ്റ ബൈ ഡി ടി. അതിന് ഞാൻ ടോ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. And d theta by dt is nothing but angular velocity, so it is tau dot omega. Okay, tau dot d theta and dw, so tau dot d theta divided by dt. dt scalar ആണ്, so tau dot d theta divided by dt എന്ന് എഴുതാം. And d theta by dt is nothing but omega angular velocity, so tau dot omega. So power p is equal to dw by dt, which is equal to tau dot omega, where d theta by dt equal to omega is the angular velocity. Okay, ഇത് പവറിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, p is equal to tau dot omega. ഇതും നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഉണ്ടാക്കാം. യു ഹാവ് p is equal to f dot v. ലീനിയർ മോഷനിൽ f dot v എന്നുണ്ട്. കറസ്പോണ്ടിങ് ആളുകളെ റൊട്ടേഷണൽ റെപ്രസെന്റേറ്റീവ്സിനെ വെച്ച് റീപ്ലേസ് ചെയ്താൽ f dot v യിൽ f ന് ടോ വരും, v ക്ക് ഒമേഗ വരും. സോ ഇറ്റ് ഈസ് tau dot omega. ദാറ്റ്സ് ഇറ്റ്. വർക്കും പവറും കിട്ടി. വർക്ക് നേരം കൊണ്ട് എടുത്ത് എഴുതിയതാണ്. ഇതിലേക്ക് പ്രൂഫിലേക്ക് ഞാൻ പോയിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ടെക്സ്റ്റ് നോക്കാം. ഇനി മനസ്സിലാവുന്നില്ല എങ്കിൽ എന്നോട് വാട്സാപ്പിൽ ചോദിച്ചാൽ ഞാനത് വിശദമാക്കി തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഇതിന്റെ ഡെറിവേഷൻ അത്ര വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിലും അത് ഒഴിവാക്കേണ്ടതല്ല. നിങ്ങൾക്ക് സമയമുണ്ട്, കഴിയുമെങ്കിൽ യു ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, ഇനി for rotation about fixed axis both tau and omega, ടോർക്കും ആംഗുലാർ വെലോസിറ്റിയും പാരലൽ ആയിരിക്കും എന്തിന്? ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനിൽ. അപ്പൊ ടോ ഒമേഗ എന്ന് എഴുതാം. ഈ ഡോട്ട് പ്രോഡക്റ്റിന്റെ ആവശ്യമില്ല, തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 0 അല്ലെങ്കിൽ 180 വരുള്ളൂ. അതുകൊണ്ടാണ് ടോ ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആണ് പവർ കാണുമ്പോൾ എടുക്കുക. വർക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയും. പവർ യൂഷ്വലി പോസിറ്റീവ് ആയിട്ടാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഫോക്കസ് ഏരിയയിൽ ഇത് ഇവിടെ എത്തിയിട്ടില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ഡെറിവേഷനുമാണ്, അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ചെയ്യാം. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എങ്ങനെ കാണാമെന്ന്.
ഒരു ട്രാൻസ്ലേഷൻ, ഒരു പാർട്ടിക്കുലർ ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ സാധാരണ മോഷൻ നടത്തുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജിക്കൽ ഇക്വേഷൻ വർക്ക് പവർ എനർജി ഉള്ള ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ നമ്മളുടെ പ്ലാൻ എന്താണ്? ഈ ഡെറിവേഷന് നിങ്ങൾക്ക് ആലോചിക്കാം, പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്തായിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ റിജിഡ് ബോഡിയെ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ലാർജ് നമ്പർ ഓഫ് സ്മാൾ മാസ് പാർട്ടിക്കിൾസ് ആയിട്ട് സങ്കല്പിക്കും. ഓരോ പാർട്ടിക്കിളിന്റെയും കൈനറ്റിക് എനർജി ഹാഫ് എം ഐ വി ഐ സ്ക്വയർ. റിമെമ്പർ, വെലോസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഒരു റിജിഡ് ബോഡി ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിളിനും സെയിം ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് ലീനിയർ വെലോസിറ്റി ആയിരിക്കും. എന്നാൽ വി എന്ന് പറയുന്ന വെലോസിറ്റി ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. V1 V2 V3 എന്ന് കൊടുക്കാം. അപ്പൊ M1 V1 ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ പ്ലസ് എക്സെട്ര, അങ്ങനെ ഓരോന്നിന്റെയും എടുത്തിട്ട് സം ചെയ്യണം. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇങ്ങനെയാണ് ചെയ്യുക. ദിസ് ഈസ് ദി സ്റ്റെപ്പ്. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടണം. So assuming the rigid body as a collection of particles, total kinetic energy is equal to sum of kinetic energy of individual particles. That is the basic principle. Okay? മനസ്സിലായല്ലോ? റിജിഡ് ബോഡിയെ ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് അസ്യൂം ചെയ്യാം. Then write total K is equal to sum of individual K. അങ്ങനെ എഴുതിയാൽ മതി. Total K is equal to sum of individual K. മനസ്സിലാക്കാലോ? ദാറ്റ് മീൻസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് അറിയാനാണ് ഞാൻ കെ റൊട്ടേഷണൽ എന്ന് കൊടുക്കുന്നത്. സഫിക്സ് എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം റൊട്ടേഷൻ കൊണ്ടുള്ള കൈനറ്റിക് എനർജി. ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, സിഗ്മ ഇട്ടിട്ട് അതിനെ എഴുതാം. നിങ്ങൾ മാത്സിൽ സീക്വൻസസ് ആൻഡ് സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സിഗ്മ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഹാഫ് ഇൻറ്റു സിഗ്മ ഈക്വൽ ടു 1 to n MI VI സ്ക്വയർ എന്ന് എഴുതാം ഇതിനെ. ഓക്കെ. ഇനി വി ഐ എന്ന് പറയുന്നത് RIP ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഇവിടെ RIP എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദി മാസ് പാർട്ടിക്കിൾ MI ആൻഡ് ഒമേഗ ഇസ് ദി ആംഗുലർ സ്പീഡ്. V equal to R omega എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാണെങ്കിൽ യു ക്യാൻ റൈറ്റ് V equal to R omega, where R is the radius of the circle. ഇവിടെ RIP എന്ന് പറയാൻ കാരണം റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദി സർക്കുലർ പാത്ത്. അത് തന്നെയാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. നമ്മൾ നേരത്തെ റിജിഡ് ബോഡി റൊട്ടേഷന്റെ ഒരു റിജിഡ് ബോഡിയൊക്കെ കാണിച്ച് അതിലൊരു സിംഗിൾ പാർട്ടിക്കിളുടെ റൊട്ടേഷൻ പഠിപ്പിച്ച് നമ്മൾ ആംഗുലാർ മൊമെന്റം L is equal to I omega ഡെറിവേഷൻ വിശദമായി കണ്ടതാണ്. ഒരു റിജിഡ് ബോഡി അതിലുള്ള ഒരു പാർട്ടിക്കിളിനെ മാത്രം ഞാൻ മാറ്റി വരച്ചു. ആ പാർട്ടിക്കിൾ എല്ലാ പാർട്ടിക്കിളും സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ പാത്താണ്. അതേ ഫിഗർ ആണ് ഇവിടെയും മനസ്സിലുണ്ടാവേണ്ടത്. ആ ഒരു സിംഗിൾ പാർട്ടിക്കിൾ, ഒരു സർക്കിളും ഒരു ആക്സിസും. ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് RIP. അത് തന്നെയാണ് അതിന്റെ സർക്കുലർ പാത്തിന്റെ റേഡിയസും. റിമെമ്പർ, വെൻ എ റിജിഡ് ബോഡി റൊട്ടേറ്റ്സ്, റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അബൌട്ട് എ ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റിജിഡ് ബോഡിയിലുള്ള ഓരോ പാർട്ടിക്കിളും സർക്കുലർ പാത്തിൽ ഇങ്ങനെ ആക്സിസിനെ ചുറ്റിക്കൊണ്ടേയിരിക്കും ഇൻ സർക്കുലർ പാത്ത്. നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഞാൻ കുറെ വട്ടം അതിന്റെ എക്സാമ്പിൾ സീലിംഗ് ഫാനൊക്കെ ഉപയോഗിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതെപ്പോഴും മനസ്സിൽ വേണം. സോ ഇവിടെ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിന്റെ കേസാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് VI. ആ പാർട്ടിക്കിളിന്റെ റേഡിയസ് ഓഫ് ദി സർക്കിൾ, ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് RIP, which is the perpendicular distance from the axis. രണ്ടും ഒന്ന് തന്നെ. ഒമേഗ ആംഗുലാർ സ്പീഡാണ്. ഒമേഗ VI ഈക്വൽ ടു RIP ഇൻറ്റു ഒമേഗ I എന്ന് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിളിനും ഒരേ ആംഗുലാർ വെലോസിറ്റിയാണ് ഏതൊരു സമയത്തും ഉണ്ടാവുക. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എടുത്താൽ ആ സമയത്ത് എല്ലാ പാർട്ടിക്കിളിനും അതിന്റെ ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോ ഓക്കെ, ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VI ഈക്വൽ ടു RIP ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതാണല്ലോ ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു സിഗ്മ അവിടെ നിൽക്കട്ടെ MI VI സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു സിഗ്മ MI ഇൻറ്റു VIക്ക് പകരം RIP ഒമേഗ എന്ന് കൊടുത്ത MI RIP സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഈ ഒമേഗ എല്ലാ പാർട്ടികളിലും ഒരേ ആംഗുലാർ വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ ആംഗുലാർ വെലോസിറ്റി ഓഫ് റിജിഡ് ബോഡി എന്നേ പറയൂ. ഒരു ഇൻഡിവിജ്വൽ പാർട്ടികളുടെ ആംഗുലാർ വെലോസിറ്റി പ്രത്യേകം മാറ്റമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരേ വാല്യൂ ആണ് ഏതൊരു സമയത്തും എന്നുള്ളത് കൊണ്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുത്താൽ, പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് മെഷർ ചെയ്താൽ എല്ലാവർക്കും ഒരേ ആംഗുലാർ വെലോസിറ്റി. അല്പം കഴിഞ്ഞിട്ട് മെഷർ ചെയ്താൽ വേറെ ആയിരിക്കും, പക്ഷെ അപ്പോഴും എല്ലാവർക്കും ആ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ.
അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി ടു ദി എൻറ്റയർ റിജിഡ് ബോഡി, ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയില്ല, ഇറ്റ് ഈസ് ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി റിജിഡ് ബോഡി ഒമേഗ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ സമ്മേഷൻ ആർക്കൊക്കെയാണുള്ളത്? എമ്മിന് സമ്മേഷൻ ഉണ്ട്, ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ മാസ് ആണ്, അപ്പൊ M1 M2 ഇങ്ങനെ വരും. RIPക്ക് സമ്മേഷൻ ഉണ്ട്, ഒമേഗക്ക് സമ്മേഷൻ ഇല്ല. അപ്പൊ ഈ സമ്മേഷനിൽ വരുന്ന ആളെ മാത്രം ഒരു ബ്രാക്കറ്റിലേക്ക് എടുത്ത് എഴുതിയാൽ ഇറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു 1 to n MI/RIP². ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു ഡെഫിനിഷൻ ആയിട്ട്. സിഗ്മ M1R1P² പ്ലസ് M2R2P² പ്ലസ് എക്സെട്ര പ്ലസ് MnRnP² എന്ന് പറയുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പണ്ട് ഡിഫൈൻ ചെയ്തത്. കുറെ മുന്നേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ച സമയത്ത് അതിന്റെ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ടേം ഇൻ ദി ബ്രാക്കറ്റ്, ദിസ് സീരീസ്, ദിസ് സമ്മേഷൻ ഇൻ ദി ബ്രാക്കറ്റ് ഈസ് നത്തിങ് ബട്ട് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഫോർ റൊട്ടേഷൻ അബൌട്ട് ദി ഫിക്സഡ് ആക്സിസ്. ആ ഫിക്സ് ചെയ്ത ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ദാറ്റ് ഈസ് I. അപ്പൊ അതിന് ഹാഫ് I ω². Again, this equation is very similar to the equation for the kinetic energy, that is half mv². എമ്മിന് അതിന്റെ കറസ്പോണ്ടിങ് റൊട്ടേഷണൽ കറസ്പോണ്ടിങ് ഇക്വലന്റ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വെച്ചും വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് വീന് അതിന്റെ കറസ്പോണ്ടിങ് റൊട്ടേഷണൽ അനലോഗ് ആയിട്ടുള്ള ആംഗുലാർ സ്പീഡ് വെച്ചിട്ടും റീപ്ലേസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി സെയിം ഇക്വേഷൻ, ഹാഫ് I ω². അപ്പൊ ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇത് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ഡെറിവേഷൻ ആണ്, ചിലപ്പോൾ ചോദിച്ചേക്കാം ഇനിയും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വരുന്ന അധികവും. അതുകൊണ്ട് ഇത്തരം ഡെറിവേഷൻസ് ഒക്കെ ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ള ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. ഇങ്ങനത്തെ ഇത് പഠിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമിന് പോയാൽ തന്നെ അതിൽ നിന്നൊരു 80 മാർക്കിന് നിങ്ങൾക്ക് കിട്ടി. ഏതെങ്കിലും ഒന്നോ രണ്ടോ തെറ്റിപ്പോയാൽ, ഉദാഹരണത്തിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിപ്പോയാൽ കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ മാർക്ക് എന്നുള്ളതിലേക്ക് എത്താൻ പറ്റില്ല. അതേസമയം ഇത്തരം ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അറ്റൻഡ് അപ് ടു ഒരു 100 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 100-120 മാർക്കിനൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സമയമൊക്കെ ഉണ്ടാവും, പക്ഷെ സ്പീഡായിട്ട് എഴുതുന്ന കുട്ടികളാണെങ്കിൽ സമയമൊക്കെ ഉണ്ടാവും. ഓക്കെ, പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും കൂടിയ മാർക്കിനുള്ള കോൺഫിഡന്റ് ആയിട്ട് അറിയുമെന്ന് ഉറപ്പുള്ള ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം അങ്ങോട്ട് എഴുതി തീർക്കുക. കൂൾ ഓഫ് ടൈമിൽ ശരിക്കും അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി അതൊക്കെ ആദ്യം എഴുതണം. കൂടുതൽ മാർക്കുള്ളത് തെറ്റാതെ ആദ്യം തന്നെ എഴുതി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡന്റ് ആവും. ഒരു 5 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ അങ്ങോട്ട് തുടക്കത്തിൽ കറക്റ്റ് ആയിട്ട് ഡെറിവേഷൻ നിങ്ങൾ തെറ്റാതെ എഴുതിയാൽ ഇത്രയും ഉറപ്പുമാണ് അത് തെറ്റാതെ എഴുതുക, അപ്പൊ അത് എഴുതുക. അല്ലെങ്കിൽ അത് എഴുതി അതിൽ കുടുങ്ങി കിട്ടാതെ അങ്ങനെ നേരം പോയി അങ്ങനെ ഉണ്ടാവരുത്. ഇഫ് യു ആർ കോൺഫിഡന്റ് ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ് ക്വസ്റ്റ്യൻ, അതിനായി കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. പിന്നെ ബാക്കി അങ്ങനെ എഴുതി. ഞാനൊരു ഐഡിയ പറഞ്ഞതാണ്, ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രാറ്റജീസ് ഉണ്ടാവും. ഓക്കെ, സോ ഇത് എവിടെയും മറക്കരുത്, ഹാഫ് I ω². ഡെറിവേഷനിലൂടെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തിരിക്കാൻ ഒരു പണിയില്ല, കാരണം ഇക്വേഷന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും, അതിലൊരു സംശയമില്ല. അപ്പം അത് നിങ്ങൾക്ക് ഹാഫ് mv² അറിയുന്ന ഏത് കുട്ടിക്കും ഹാഫ് I ω² റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഈസ് റോളിംഗ് മോഷൻ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ റോളിംഗ് മോഷനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കുറച്ച് വലിയൊരു ഏരിയയാണ്. സോ റോളിംഗ് മോഷൻ, ഫോക്കസ് ഏരിയയിൽ റോളിംഗ് മോഷനും ഇല്ല. റോളിംഗ് മോഷൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരാറുള്ള ഒരു സെക്ഷനാണ് റോളിംഗ് മോഷൻ. സോ റോളിംഗ് മോഷൻ നമുക്ക് ഒരു വീൽ ഇങ്ങനെ റോൾ ചെയ്യാണ്, ഒരു ഡിസ്ക്. റോളിംഗ് മോഷൻ പറയുമ്പോൾ നമ്മൾ ആക്സിസ് ഓഫ് സിമട്രി ഉള്ള ഒബ്ജക്ട്സിനെയാണ് റോളിംഗ് എപ്പോഴും പറയാം. ഒരു ഡിസ്ക്, സിലിണ്ടർ, റിംഗ്, സ്ഫിയർ പോലെയുള്ള ആളുകൾ അവയാണ് ഈസി ആയിട്ട് റോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് ഇതൊരു സിലിണ്ടറിന്റെ ഒരു സെക്ഷൻ ആയിട്ട് ഒരു ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ അതിന്റെ ഫ്ലാറ്റ് സർഫസിന്റെ വ്യൂ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കാം, ഡിസ്ക് ആക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ഡിസ്ക് ആണ്, യൂണിഫോം ഡിസ്ക്. അതിന്റെ റോളിംഗ് ആണ് പറയുന്നത്. ഈ ചിത്രത്തില് ഇതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആണ് ഈ അടിയിൽ വരച്ചത്. ഇതിലാണ് ഈ ഡിസ്ക് റോൾ ചെയ്യുന്നത്. ഈ ഡിസ്കിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചത്. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ അതിന് റൊട്ടേഷനും ഉണ്ട്, അതേസമയം ട്രാൻസ്ലേഷനും ഉണ്ട്. സോ റോളിംഗ് മോഷൻ ഈസ് നിങ്ങളൊരു വീൽ ഇങ്ങനെ ഉരുണ്ട് പോകുന്നത് സങ്കല്പിച്ച് നോക്കൂ. ആ വീലിലുള്ള ഓരോ പാർട്ടിക്കിളും വീലിന്റെ ആക്സിലിന്റെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആക്സിൽ എന്ന് പറയുന്ന ആ സെന്റർ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതായിട്ടും അങ്ങനെ 2 മോഷനായിട്ട് ഈ റോളിംഗ് മോഷൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, ഈസി ആയിട്ട് സങ്കല്പിക്കാൻ പറ്റും. ഏതൊക്കെയാണ് motions? One is the rotational motion of individual particles about the axis of symmetry, അല്ലെങ്കിൽ about the center of mass എന്ന് വേണമെങ്കിൽ പറയാം. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് യഥാർത്ഥത്തിൽ. ചുരുക്കി പറയുമ്പോൾ സെന്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ സെന്റർ ഓഫ് മാസ് റെസ്റ്റിലാണോ? അല്ല, സെന്റർ ഓഫ് മാസ് ഇങ്ങനെ ഒരു വെലോസിറ്റിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. So center of mass has translation motion and each particle is rotating about the center of mass.
അപ്പൊ ഈ ബോഡിക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷന്റെ സവിശേഷത നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ വിൽ ഹാവ് സെയിം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി. അപ്പൊ ഇവിടെ ഡിസ്കിലുള്ള ഏതൊരു ഇൻഡിവിജ്വൽ, ഇവിടെയുള്ള പാർട്ടിക്കിളോ ഇവിടെയുള്ള പാർട്ടിക്കിളോ ഇവിടെയുള്ള പാർട്ടിക്കിളോ, നിങ്ങൾ എവിടെയുള്ള പാർട്ടിക്കിൾ എടുത്താലും ആ പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്കിന്റെ കൂടെ ഇതിന്റെ ട്രാൻസ്ലേഷണൽ മോഷൻ നടത്തുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരേ വെലോസിറ്റിയുള്ള ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയും അത് തന്നെയായിരിക്കും. VCM എന്നതിന് ഞാൻ കൊടുത്തു. അപ്പൊ ഈ VCM എന്നുള്ള വെലോസിറ്റി ഓരോ പാർട്ടിക്കിളിനും ഉണ്ട്. ഓക്കെ, ഇനി സെന്റർ ഓഫ് മാസിന് VCM എന്നുള്ള വെലോസിറ്റി മാത്രമേ ഉള്ളൂ. സെന്റർ ഓഫ് മാസിന് മാത്രമല്ല, ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ ഈ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന സിമ്മട്രി ആക്സിസ് ഉണ്ടല്ലോ, ആക്സിസ്, റൊട്ടേഷൻ ആക്സിസ്, അതിലുള്ള എല്ലാ പോയിന്റിനും ഏത് മോഷൻ മാത്രമേ ഉള്ളൂ, ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പാർട്ടിക്കിൾസിനൊക്കെ ഈ ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. ഈ N എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ റൊട്ടേഷണൽ മോഷനും ഉണ്ട്. അപ്പൊ ഇതിന് രണ്ട് വെലോസിറ്റീസ് ഉണ്ടാകും. ഒന്ന് ഈ ട്രാൻസ്ലേഷണൽ മോഷന്റെ വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു VCM. അത് ഈ ഡയറക്ഷനിലാണ്, അത് എല്ലാവർക്കും ഈ ഡയറക്ഷനിലാണ്, ഇതേ ഡയറക്ഷനിലാണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അതിന്റെ പുറമെ ഈ N എന്ന് പറയുന്ന പാർട്ടിക്കിൾ നോക്കൂ നിങ്ങൾ, റൊട്ടേഷൻ കൊണ്ടൊരു വെലോസിറ്റി ഉണ്ടാവും. അത് ഏതാ ഡയറക്ഷൻ? ഇതാണ്, ഈ ആരോട്ട സർക്കിളാണ്, ഈ ഔട്ടർ സർഫസ്, ഈ സർക്കിളാണ് ഇതിന്റെ റൊട്ടേഷണൽ പാത്ത്. അതിന് ടാൻജന്റ് ആയിട്ടാണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ തന്നെയാണ് അതിന്റെ റൊട്ടേഷണൽ വെലോസിറ്റിയും. അപ്പൊ റൊട്ടേഷണൽ മോഷൻ കൊണ്ട് N എന്ന് പറയുന്ന ഈ പാർട്ടിക്കിളിന് കിട്ടുന്ന വെലോസിറ്റിയും ട്രാൻസ്ലേഷണൽ മോഷൻ കൊണ്ട് കിട്ടുന്ന വെലോസിറ്റിയും ഈ പാർട്ടിക്കിളിന്റെ കേസിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അതേസമയം ഇവിടെയുള്ള ഒരു പാർട്ടിക്കിൾ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ റൊട്ടേഷൻ കൊണ്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ C സെന്റർ ആയിട്ട് ഇതിലൂടെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ ടാൻജന്റ് ആണ്, ഈ പോയിന്റിലുള്ള ടാൻജന്റിന്റെ ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക, അതിന്റെ റൊട്ടേഷണൽ മോഷൻ കൊണ്ടുള്ള വെലോസിറ്റി ഉണ്ടാവുക. ഒരു പാർട്ടിക്കിൾ ഈ റിജിഡ് ബോഡി സെന്ററിനെ അബൌട്ട് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അതിൽ ഓരോ പാർട്ടിക്കിളും സർക്കുലർ മോഷനിലാണ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ആ റൊട്ടേഷൻ സർക്കുലർ മോഷൻ കൊണ്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജന്റ് ടു ദി സർക്കുലർ പാത്ത്. അതിനോടൊപ്പം അതിന് എന്തുണ്ടാവും, ഈ സെന്റർ ഓഫ് മാസിനും മറ്റു പാർട്ടിക്കിൾസിനും എല്ലാവർക്കും ഉള്ള കോമൺ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ സെന്റർ ഓഫ് മാസിൽ അല്ലെങ്കിൽ റൊട്ടേഷൻ ആക്സിസിൽ അല്ലാത്ത പാർട്ടിക്കിൾസിനൊക്കെ തന്നെ രണ്ട് വെലോസിറ്റീസ് ഉണ്ടാകും. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതിന്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി, മറ്റൊന്ന് അതിന്റെ റൊട്ടേഷണൽ മോഷൻ കൊണ്ട് അതിന് കിട്ടുന്ന വെലോസിറ്റി. സോ രണ്ട് വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, അതിന്റെ ബേസിക് കാര്യങ്ങളൊന്ന് പറയാം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. All the particles will translate with the same velocity as that of the center of mass. ഞാൻ പറഞ്ഞു അങ്ങനെ ആവണം, അതാണ് പ്യൂർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സെന്റർ ഓഫ് മാസ് ഇവിടെ എത്തി, ഈ പാർട്ടിക്കിൾ Q എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് ഇതേ ഈ ഡിസ്ക് ആവില്ലല്ലോ, പിന്നെ അതിന്റെ ഷേപ്പ് മാറിയില്ല. അപ്പൊ എല്ലാത്തിനും ഒരേ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ടാവും. Then third one is the motion can be described as translation of the center of mass and rotation of particles above the symmetry axis through the center of mass. അതും ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈ 3 പോയിന്റ് ഞാൻ വിശദീകരിച്ച് തന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ Q എന്ന് പറയുന്ന പോയിന്റിലും രണ്ട് വെലോസിറ്റി ഉണ്ടാവും. ഒന്ന് സെന്റർ ഓഫ് മാസിനുള്ള ട്രാൻസ്ലേഷണൽ വെലോസിറ്റി VCM ഈ ഡയറക്ഷനിൽ, എല്ലാവർക്കും ഈ ഡയറക്ഷനിലാണ്, ഇതേ മാഗ്നിറ്റ്യൂഡുമാണ്, ഒരേ മാഗ്നിറ്റ്യൂഡ് ഒരേ ഡയറക്ഷനും ട്രാൻസ്ലേഷണൽ വെലോസിറ്റി. റൊട്ടേഷണൽ വെലോസിറ്റി എല്ലാവർക്കും ഒരേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും ആവില്ല, കാരണം അത് R ഒമേഗയാണ്. ഈ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ പെറിഫറിയിലുള്ള ഈ ഔട്ടർ സർഫസിലുള്ള വീലിന്റെ ഔട്ടർ സർഫസിലുള്ള പാർട്ടിക്കിൾസിന് റൊട്ടേഷണൽ വെലോസിറ്റി എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും റേഡിയസ് ഇൻറ്റു ഒമേഗ ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ ഇസ് ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ. അതേസമയം ഉള്ളിലുള്ള ഒരു പാർട്ടിക്കിൾ, ഇവിടെയുള്ള ഒരു പാർട്ടിക്കിളിനെ സങ്കല്പിച്ചാൽ ആ പാർട്ടിക്കിളിന്റെ ആംഗുലാർ വെലോസിറ്റി സ്മാൾ ആറിന്റെ ഒമേഗയാണ്. സ്മാൾ ആർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ റൊട്ടേഷൻ കൊണ്ടുള്ള വെലോസിറ്റി ഓരോ പാർട്ടിക്കിളും ഡിഫറെന്റ് ആയിരിക്കും. ഈ പാർട്ടിക്കിളിന് അത് ക്യാപിറ്റൽ ആറിന്റെ ഒമേഗ ആയിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി Q എന്ന് പറയുന്ന പാർട്ടിക്കിൾ നോക്കൂ, ഇതൊരു പ്രത്യേക പോയിന്റ് ആണ് Q എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ ബോഡിയിൽ ആകെ ഈ ഒറിസോണ്ടൽ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന, ഐഡിയൽ കേസിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു പോയിന്റ് ആണ് Q. Q എന്ന് പറയുന്ന പോയിന്റിന് രണ്ട് വെലോസിറ്റി ഉണ്ടാവും, ഒന്ന് ഈ ഡയറക്ഷനിലായിരിക്കും, ഒന്ന് ഈ ഡയറക്ഷനിലായിരിക്കും. R ഒമേഗ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, കാരണം റൊട്ടേഷൻ എങ്ങനെയാണല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ R ഒമേഗ എന്ന് പറയുന്നത് ഇവിടുത്തെ റൊട്ടേഷൻ ഉള്ള വെലോസിറ്റി ഈ ഡയറക്ഷനിലായിരിക്കും, ട്രാൻസ്ലേഷൻ ഉള്ള വെലോസിറ്റി ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോ ഇപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതില് നോക്കൂ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. VCM ഉം R ഒമേഗയും. ട്രാൻസ്ലേഷൻ വെലോസിറ്റിയും റൊട്ടേഷൻ വെലോസിറ്റിയും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ പാർട്ടിക്കിൾ ആരാണോ അയാളുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയും റൊട്ടേഷൻ വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ പ്യുവർ റോളിംഗ് പഠിക്കുകയാണ്. പ്യുവർ റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് സ്ലിപ്പിംഗ് ഇല്ല. സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ റോളിംഗ് അല്ലാതെ കുറച്ച് നിരതി നീങ്ങാന്ന് നമ്മൾ പറയുമല്ലോ. നമ്മൾ ഈ വണ്ടിയൊക്കെ സ്കിഡ് ചെയ്യാന്ന് പറയല്ലോ. നമ്മൾ ഈ
ചിലപ്പോഴൊക്കെ നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു വണ്ടി റൊട്ടേഷൻ കിട്ടാതെ ചളിയിലൂടെ ഒക്കെ നിറങ്ങി പോകും, ഫ്രിക്ഷൻ കുറവാകുന്ന കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം വണ്ടി ആ വീലിന് അവിടെ റൊട്ടേഷനെ മാത്രമല്ല, അതിന്റെ കൂടെ റൊട്ടേഷൻ കിട്ടുന്നില്ല, ശരിക്കും സ്ലിപ്പ് ചെയ്ത് പോകും. അങ്ങനെ സ്ലിപ്പിംഗ് ഇല്ലാത്ത റൊട്ടേഷനെയാണ് പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. സ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കുറച്ച് ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയിൽ ഒന്ന് ഇങ്ങോട്ട് നീങ്ങണം. അത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പോയിന്റിന്റെ ഒരു സവിശേഷത, പ്യുവർ റോളിംഗ് മോഷൻ ആണെങ്കിൽ ഈ പോയിന്റ് ഇൻസ്റ്റന്റേനിയസ്ലി അറ്റ് റെസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പോയിന്റ് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലുള്ള ആളുകൾ, പാർട്ടിക്കിൾസ് മാറി മാറി വരും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ ഈ എന്നിലുള്ള പാർട്ടിക്കിൾ എവിടെ എത്തും? ക്യൂലെത്തൂലേ. എൻ എന്ന് പറയുന്ന പോയിന്റ് ഒരു ഹാഫ് റൊട്ടേഷൻ പൂർത്തിയാക്കി ക്യൂലെത്തും. പക്ഷെ ക്യൂലെത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം VCM ഈ ഡയറക്ഷനിലാണ്, ROM ഈ ഡയറക്ഷനിലുമാണ്. പക്ഷെ പ്യുവർ റോളിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും അതിന്റെ വെലോസിറ്റി 0. അപ്പൊ N എന്ന് പറയുന്ന പോയിന്റിന് ഇവിടെ മാക്സിമം സ്പീഡ് ഉണ്ടാവും. ഏറ്റവും സ്പീഡുള്ള പോയിന്റ് ഇതിനാണ്. 2 ROM അല്ലെങ്കിൽ 2 VCM ആയിരിക്കും ഇവിടുത്തെ സ്പീഡ്. കാരണം VCM-ഉം ROM ഒരേ ഡയറക്ഷനിലാണ്. അത് കുറഞ്ഞു വരും. ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിന് VCM മാത്രമാവും, 1 VCM ആവും. ഇവിടെ 2 VCM ഉണ്ടായിരുന്നു, ഇവിടെ എത്തുമ്പോൾ 1 VCM ആവും. പിന്നെയും കുറഞ്ഞു ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആവും. പിന്നെ കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടി വരും. ഇവിടെ എത്തുമ്പോൾ പഴയ വെലോസിറ്റി വീണ്ടും അറ്റൈൻ ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഏതൊരു ഇൻസ്റ്റന്റിലും വീലിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടിക്കിളിന്റെ ടോട്ടൽ വെലോസിറ്റി 0 ആയിരിക്കും. സോ ഫോർ particle at the point of contact Q, the total velocity, their linear translational velocity and rotational velocity are equal and opposite, and so the particle can be instantaneously at rest for pure rolling motion. റോളിംഗ് മോഷൻ ആണെങ്കിൽ, പക്ക റോളിംഗ് ആണെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് പ്യുവർ റോളിംഗ് എന്ന് പറഞ്ഞാൽ? റോൾ ചെയ്യുന്ന ബോഡി എർത്തുമായിട്ട് അല്ലെങ്കിൽ സർഫസുമായിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് എപ്പോഴും ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടികളുടെ വെലോസിറ്റി 0 ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ദാറ്റ് ബോഡി ഈസ് റോളിംഗ്, പ്യുവർ റോളിംഗിലാണ്. അത് 0 അല്ല എങ്കിൽ അതിലൊരു നിരങ്ങി പോകുന്ന ഒരു സ്വഭാവം കൂടി വരും. അപ്പൊ നമ്മൾക്ക് അതിനെ പ്യുവർ റോളിംഗ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് വി ഡീൽ വിത്ത് പ്യുവർ റോളിംഗ്. ആൻഡ് പ്യുവർ റോളിംഗിന്റെ കണ്ടീഷൻ ഇതാണ്: ദ സെന്റർ ഓഫ് VCM ഷുഡ് ബി ഈക്വൽ ടു R ഒമേഗ. അത് ഈ ചിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. VCM R ഒമേഗ ആവുമ്പോഴാണ് ഈ പ്യുവർ റോളിംഗ് സംഭവിക്കുക. അതാണ് ഈ പറയുന്നത്. ഈച്ച് പാർട്ടിക്കിൾ വിൽ ഹാവ് 2 വെലോസിറ്റീസ്. ഞാനത് പറഞ്ഞു. VCM along the direction of motion due to translation and RI omega tangential to the circular path of rotation of the particle. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി ഫോർ പ്യുവർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ടിക്കിളിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഷുഡ് ബി 0. അതാണ് ഇതിലെ അടിവരയിട്ട് പറയേണ്ട പോയിന്റ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയം ഒക്കെ ഉണ്ടാവും. യു തിങ്ക് ഓവർ ഇറ്റ്. അതിനെക്കുറിച്ച് അതേപോലെ നിങ്ങൾ സങ്കല്പിക്കാൻ തന്നെ പറ്റുള്ളൂ. ഒരു ബോഡി റോൾ ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഇൻസ്റ്റന്റേനിയസ്ലി റെസ്റ്റിലാന്ന് പറയുമ്പോൾ പല കുട്ടികളും പല രീതിയിൽ ചിന്തിക്കും. ചില കുട്ടികൾ ചിന്തിക്കും ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോർഡല്ല, ഇതിൽ ഈ പോയിന്റ് റെസ്റ്റിലാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ബോഡി മൂവ് ചെയ്യുക? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു, ആ കല്ലിന്റെ വെലോസിറ്റി ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 0 ആകുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ കല്ല് റെസ്റ്റിലാണെന്നാണോ? അല്ല, കല്ല് പിന്നെയും താഴേക്ക് വരുന്നുണ്ട്. എന്നതുപോലെ ഇതൊരു കണ്ടിന്യൂസ് മോഷൻ ആണ്, ഇങ്ങനെയുള്ള റൊട്ടേഷൻ. ആ സമയത്ത് ഇതിന്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ 0 ആകുന്നുണ്ട്. ഇവിടെ നിന്ന് മാക്സിമം ആണ്, കുറഞ്ഞ് താഴെ എത്തി. ഈ പോയിന്റ് എത്തുമ്പോൾ 0 ആവും, വീണ്ടും കൂടി പോകും. അങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ Q എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിന്റ്, ഫിക്സഡ് പാർട്ടിക്കിൾ അല്ല. Q എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. അതിൽ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എത്തുന്ന പാർട്ടിക്കിൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഏത് പാർട്ടിക്കിളായാലും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എത്തുമ്പോൾ, ഈ ഡിസ്കിൽ ഏത് പാർട്ടിക്കിളായാലും അത് ഈ Q എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് എർത്തുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒറിജിനൽ സർഫസുമായി കോണ്ടാക്റ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ടോട്ടൽ വെലോസിറ്റി 0 ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാവും, ചില എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു അരുതലും ഒക്കെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നില്ല, എന്നാലും പറയാം. റോളിംഗ് മോഷൻ നമ്മൾ മറ്റൊരു രീതിയിൽ പഠിക്കാറുണ്ട്. റൊട്ടേഷൻ അബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കിയാൽ മതി. ഈ Q എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ കടന്നു പോകുന്നതും
ഈ ഒമേഗക്ക് ആംഗുലാർ വെലോസിറ്റിക്ക് പാരലൽ, അതായത് ഈ സെൻട്രൽ സിമെട്രിക് ആക്സിസ് നമ്മൾ പറിച്ചല്ലോ, ഇതിന്റെ സിയിലൂടെ കടന്നു പോകുന്ന വീലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ആക്സിസ് ഓഫ് സിമെട്രി. അതിന് പാരലൽ ആയിട്ടുള്ള ക്യൂയിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് സങ്കല്പിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അത് മനസ്സിലായില്ലെങ്കിലും അത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് VCM is equal to R omega is the condition for pure rolling. ഇത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഒരു റോളിംഗ് ബോഡിയുടെ റോളിംഗ് ആണെന്ന് എൻഷുർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, പ്യൂർ റോളിംഗ് ആണെന്ന് ഉറപ്പാക്കാനുള്ള കണ്ടീഷൻ എന്താണ്, ദാറ്റ് ഈസ് VCM is equal to R omega. അല്ലെങ്കിൽ സ്ലിപ്പിംഗ് വരും. ഓക്കെ, സോ ദിസ് ഈസ് റോളിംഗ് മോഷൻ. അപ്പൊ റോളിംഗ് മോഷൻ എന്താന്ന് മനസ്സിലായി. റോളിംഗ് മോഷൻ എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞു, VCM is equal to R omega for rolling. അത് ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഡയഗ്രാമിൽ നിന്നാണ് ബാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഇതിന്റെ ആനിമേഷൻ ഒക്കെ ചെയ്ത് കാണിക്കാം, പക്ഷെ ഇപ്പൊ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. സീറോയിലാവുന്നൊക്കെ കാണാൻ അങ്ങനെയൊക്കെ സംവിധാനങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഒരു ഏജ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നേരത്തെ നമ്മൾ റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി പറഞ്ഞു. അതേപോലെ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡിയും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പൊ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, റിജിഡ് ബോഡി ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഹാഫ് I omega square. അവിടെ ആ ഫിക്സഡ് ആക്സിസ് ഫിക്സഡ് ആണ്, ആക്സിസ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ആ റിജിഡ് ബോഡി പ്യൂർ റൊട്ടേഷൻ ആണ്. പക്ഷെ റോളിംഗ് എന്ന് പറഞ്ഞ റൊട്ടേഷൻ മാത്രമല്ല, ഇതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ആ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ കൂടെ ട്രാൻസ്ലേഷന്റെ കൈനറ്റിക് എനർജി കൂടി കൂട്ടിയാൽ യു വിൽ ഗെറ്റ് ദി കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. ഇറ്റ് ഈസ് കോമൺ സെൻസ് ഹെഡിങ് എഴുതിയല്ലോ. റോളിംഗ് മോഷൻ ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് പ്ലസ് റൊട്ടേഷൻ ഓഫ് അബൌട്ട് സിമെട്രിക് ആക്സിസ് ത്രൂ സെന്റർ ഓഫ് മാസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് റോളിംഗ് മോഷൻ. നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. റൊട്ടേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ്, ട്രാൻസ്ലേഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ആൻഡ് ഓൾ ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദി സെന്റർ ഓഫ് മാസ്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, ഇതിന്റെ ട്രാൻസ്ലേഷനുള്ള കൈനറ്റിക് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ അബൌട്ട് ദി സിമെട്രിക് ആക്സിസ് ത്രൂ സെന്റർ ഓഫ് മാസ്. ഇതിന്റെ രണ്ടിന്റെയും കൈനറ്റിക് എനർജി, രണ്ട് മോഷന്റെ. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്താ ഈസിയായി. കെ റോളിംഗ്, ഇവിടെ കെ റൊട്ടേഷൻ പറയാൻ കെ റോളിംഗ് എന്നുള്ളത് കൊണ്ടാണ് റോൾ എന്ന് കൊടുത്തത്. റോളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് എം VCM സ്ക്വയർ ആയിരിക്കും. ട്രാൻസ്ലേഷന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം V സ്ക്വയർ ആണ്. ഇവിടെ സെന്റർ ഓഫ് മാസ് ആണ് പരിഗണിക്കുന്നത്. അപ്പൊ മാസ്, ടോട്ടൽ ബോഡിയുടെ മാസ് എടുക്കണം, ഹാഫ് ഇൻറ്റു ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു സെന്റർ ഓഫ് മാസിന്റെ സ്ക്വയർ. സോ ഹാഫ് എം VCM സ്ക്വയർ. അല്ലെങ്കിൽ ഇത് ആ മൊത്തം ബോഡിയുടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം VCM സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇത് ആ മൊത്തം ബോഡിയുടെ റൊട്ടേഷന്റെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് I omega. ഇതിന്റെ സം ആണ്. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതണം നമുക്ക്. ഒരു നല്ലൊരു ഫോമിലേക്ക് കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇക്വേഷൻ. വേറെ ഇനി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാനോ ഒന്നുമില്ല. നമുക്ക് ഇതിനെ ഇതിൽ രണ്ട് വെലോസിറ്റി വരുന്നുണ്ട്, ഒമേഗയും VCM വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു പ്യുവർ റോളിംഗ് മോഷൻ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് VCM is equal to R omega. ട്രാൻസ്ലേഷൻ വെലോസിറ്റി is equal to R omega നമുക്ക് എഴുതാം. അത് ഉപയോഗിക്കാം. ഇവിടുത്തെ ഓരോ ടേം ആണ് ഈ പറഞ്ഞത്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദാറ്റ് സിമെട്രിക് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. M is the total mass of the body. VCM is the translational speed or speed of the center of mass. Omega is the angular speed of the rigid body. അങ്ങനെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനിയിപ്പോ ഫോർ പ്യുവർ റോളിംഗ് VCM is equal to R omega. അപ്പൊ എനിക്ക് ഇതിനെ VCM-ന്റെ ടേമിലാക്കുകയാണ്. രണ്ടും ചെയ്യാം. ഒമേഗന്റെ ടേമിൽ എഴുതാം, VCM-ന്റെ ടേമിൽ എഴുതാം. ഞാനിപ്പോ VCM-ന്റെ ടേമിൽ എഴുതാൻ പോകുന്നു. സോ VCM-ന്റെ ടേമിൽ അപ്പൊ ഒമേഗ മാറ്റണം. ഒമേഗനെ മാറ്റിയിട്ട് VCM-ന്റെ ടേമിൽ കൊണ്ടുവരുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് VCM is equal to R omega. So omega is equal to VCM by R. അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഹാഫ് എം VCM സ്ക്വയർ. സോ ഹാഫ് I into VCM by R ഹോൾ സ്ക്വയർ. കാരണം ഒമേഗക്ക് VCM by R എന്ന് കൊടുത്തു. അപ്പൊ ഹാഫ് എം VCM സ്ക്വയർ. അപ്പൊ ഇവിടെയും ഒരു ഹാഫ് എം VCM സ്ക്വയർ ഞാൻ പൊതുവായിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ 1 എന്നാവും. ഇവിടെ ഹാഫ് എം VCM സ്ക്വയർ ആണല്ലോ. അപ്പൊ അവിടെ 1 എന്ന് എഴുതും. പ്ലസ് ഇതില് M ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു M, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? ഹാഫ് I into M സ്ക്വയർ അല്ലെങ്കിൽ M VCM ഡിവൈഡഡ് ബൈ MR ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. അടിയിലും മുകളിലും ഈ VCM by R എന്നുള്ള ടേമിന് അടിയിലും മുകളിലും ഒരു M കൊണ്ട് ഗുണിക്കുക. അപ്പൊ M into VCM ഡിവൈഡഡ് ബൈ M into R ദി ഹോൾ സ്ക്വയർ എന്നാകും. അപ്പൊ ആ ഹാഫ് മുകളിലുള്ള ഹാഫ് ഇൻറ്റു ഈ മുകളിലത്തെ M VCM സ്ക്വയർ പുറത്തെടുക്കുക. അങ്ങനെ മനസ്സിലായോ? ഹാഫ് I into M into VCM സ്ക്വയർ ഡിവൈഡഡ് ബൈ M into R സ്ക്വയർ എന്നാക്കുക. M ക്യാൻസൽ ചെയ്ത് പോയി തന്നെ കിട്ടുമല്ലോ.
അതായത് ഈ ടേമിനെ മുകളിലും താഴെ ഓരോ എം കൊണ്ട് ഗുണിക്കുക. അപ്പൊ മുകളിൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു എം ഇൻറ്റു വി സി എം സ്ക്വയർ എന്ന് വരും. അതൊന്ന് പുറത്തെടുക്കുക. അപ്പോൾ പുറത്തെടുത്തോ ഇതിൽ വന്നു. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? പിന്നെ ഇവിടെ ഈ ഐ ഉണ്ടാവും ഡിവൈഡഡ് ബൈ നേരത്തെ ആ എം ഉണ്ടാവും, ഈ ആർ സ്ക്വയർ ഉണ്ടാവും, ഐ ബൈ എം ആർ സ്ക്വയർ. സോ ഹാഫ് എം വി സി എം സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ. ഇനി ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഇതിനെ നേരെ ഉള്ളിലേക്ക് ഗുണിക്കുക. ഈ ടേമിനെ ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് മാറ്റി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടും. ഓക്കെ. സോ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോം. ഇത് ഒരു ഫോമാണ്. 2 ഫോമിൽ ഈ ഇക്വേഷൻ എഴുതാറുണ്ട്. പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ഉപകാരപ്പെടുക ഈ ഫോമാണ്. ഹാഫ് എം വി സി എം സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ ഇസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ റോളിംഗ് ബോഡിയുടെ വെലോസിറ്റി മാത്രം, സ്പീഡ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാറ്, ഒരു സ്ട്രൈറ്റ് റോഡിൽ ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു വിത്ത് സ്പീഡ് 30 km/h എന്ന് തന്നു. ആ കാറിന്റെ വീലിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ വീലിന്റെ മാസ് തരണം, വീലിന്റെ റേഡിയസും തരണം. വീലിനെ നമുക്ക് കാറിന്റെ വീലൊക്കെ നമുക്ക് ഒരു ഡിസ്ക് ആയിട്ടോ അല്ലെങ്കിൽ റിംഗ് ആയിട്ടോ ഒക്കെ സങ്കല്പിക്കാം. ഓക്കെ. കാറിന്റെ വീലൊക്കെ ഡിസ്ക് ആയിട്ട് സങ്കല്പിക്കാം. സൈക്കിൾ വീലൊക്കെ പൊതുവെ റിംഗ് ആയിട്ടാണ് നമ്മൾ സങ്കല്പിച്ചത്. സൈക്കിൾ വീലിന്റെ മാസ് കൂടുതലുള്ള അതിന്റെ ആ റിമ്മിലാണ്, മറ്റേ ഇല്ലി മാസ് കുറവായിരിക്കും. പല വീലുകളും റിംഗ് ആയിട്ടാണ് സങ്കല്പിക്കുക. മൊത്തം കവർ ചെയ്യുന്ന വീലാണെങ്കിൽ നമുക്ക് അതിനെ ഡിസ്ക് ആയിട്ട് സങ്കല്പിക്കാം. ഇപ്പോഴത്തെ അലോയ് ടൈപ്പ് വീൽസ് ഒക്കെ റിംഗ് തന്നെയാണ്, ശരിക്കും റിംഗ് വീലായിട്ടാണ് എടുക്കാണ് നല്ലത്. അതിന്റെ സ്പോക്സിന്റെ മാസം ഒന്നും വല്ലാതെ പരിഗണിക്കുന്നത് അല്ല. ഓക്കെ. എന്തായാലും അങ്ങനെയുള്ള ഒരു കാറിന്റെ വീലിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങളുടെ ടേബിളിൽ നിന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തതനുസരിച്ച് അറിയും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി റിംഗ്, എം മാസ് ആണ്, എം വി സി എം സ്ക്വയർ എന്ന് പറയുന്നതിൽ പിന്നെന്താണ്? വി സി എം ആ വെലോസിറ്റി ആണ്, കാറിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ എല്ലാ ഡാറ്റയും ഉണ്ട്. അതിന് റൊട്ടേഷണൽ ടോട്ടൽ കൈനറ്റിക് എനർജി കാണാം. റൊട്ടേഷൻ മാത്രമല്ല, ടോട്ടൽ കൈനറ്റിക് എനർജി ആണ്. ഇനി ഇതിനെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേമിലാണ് രണ്ടാമത്തെ ഫോം. ഒന്ന് സിമ്പിൾ ഒരു ഫോം ഇതാണ്, ഹാഫ് എം വി എം സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് ഓർത്താൽ മതി. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ. വി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ആണെന്ന് ഓർത്താൽ ഒരു പ്രശ്നമില്ല. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ. 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഇൻ ദി ബ്രാക്കറ്റ്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേമിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. അപ്പൊ ഇവിടെ ഐക്ക് എം കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ഐക്ക് എം കെ സ്ക്വയർ എന്ന് കൊടുത്താൽ എം എം ക്യാൻസൽ ചെയ്യും, 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നാവും. അതാണ് അടുത്ത ഇക്വേഷൻ. So K rolling is equal to half mVcm square into 1 plus K square by R square. So 2 forms are there. ഏതെങ്കിലും ഒന്ന് ഇത് പഠിച്ചാൽ മതി. ഇത് എഴുതാം, I equal to mk square. ഇത് പഠിച്ചു വെച്ചാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും നേരിട്ട് അറിയാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ പലപ്പോഴും അറിയില്ല. എഞ്ചിനീയറിംഗ് അപ്ലിക്കേഷൻസിലൊക്കെ പലപ്പോഴും റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടുതലായിട്ട് അറിയും. അപ്പൊ അവിടെയൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോം ഇതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ബൈ ഹാർട്ട് ആയിട്ട് ഉണ്ടാവും ഒരു ഒബ്ജക്റ്റിന്റെ. അപ്പം അതിൽ നിന്ന് പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടെത്തി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഡയറക്ട്ലി ഇക്വേഷൻ ഉപയോഗിക്കണം. സോ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ ഫോമിലേക്ക് ഡെറൈവ് ചെയ്യാൻ പറഞ്ഞാൽ അതിങ്ങനെ ചെയ്യും, 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ. ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത് നിർത്താം, ഇതുവരെ ചെയ്യാം, അതാണ് നല്ലത്. പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. സോ ദിസ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. ഇതിൽ നിന്ന് പിന്നെ ഇത് ഉണ്ടാക്കൽ ഈസിയാണ്. ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി റോളിംഗ് ബോഡി. ഓക്കെ. നോക്കി നന്നായിട്ട് മനസ്സിലാക്കുക. അതോടുകൂടി ഈ ചാപ്റ്റർ ഏതാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഒരു ഇക്വേഷന്റെ ഡെറിവേഷൻ ഉണ്ട്. ചോദിക്കാൻ സാധ്യത എന്തോന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അത് വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാം. പക്ഷെ ആ ഇക്വേഷൻ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം, ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ദാറ്റ് ഇക്വേഷൻ ഇസ് വെരി യൂസ്ഫുൾ. പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും ആവശ്യമുള്ള ഇക്വേഷൻ. ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. ഒരു രീതി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എഴുതുക. ഷോ ദാറ്റ് ഫോർ എ റിജിഡ് ബോഡി എഴുതണം. ഷോ ദാറ്റ് ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് ഫിക്സഡ് ആക്സിസ്,
show that for a rigid body rotating about fixed axis, tau is equal to I alpha. Tau is equal to I alpha. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊരു രീതിയിലാണ് പറയുന്നത്, ഞാൻ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, tau is equal to I alpha. I moment of inertia, alpha angular acceleration, tau is the torque. ആൻസർ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എഴുതുക, tau is equal to dl by dt. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ആണ്, എല്ലാ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിനും വാലിഡ് ആയിട്ടുള്ള ഒരു ജനറൽ ഇക്വേഷൻ ആണ്. ടോർക്ക് tau is equal to d by dt of L, where L is the angular momentum. ഒന്നാമത്തെ ഇക്വേഷൻ tau is equal to dl by dt. അതിന്റെ താഴെ assume that the rigid body is symmetric about axis of rotation. Assume that rigid body is symmetric about axis of rotation. അങ്ങനെയുള്ള rigid body ആണെന്നാണ് സങ്കല്പിക്കുക. Assume that the rigid body is symmetric about axis of rotation. Then L is equal to I omega. Total angular momentum L is equal to I omega. അടുത്ത ഇക്വേഷൻ എഴുതുക, then എഴുതിയിട്ട് അടുത്ത ഇക്വേഷൻ എഴുതണം. L is equal to I into omega. Scalar equation, magnitude of angular momentum is equal to I into magnitude of omega. ഇതെന്താ ഈ ആദ്യം എഴുതിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tau is equal to dl by dt എന്നുള്ളതിൽ L-ന് I omega എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ എഴുതുക tau is equal to d by dt of I omega. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് എന്ന് പറയുന്നത് ഫിക്സ് കോൺസ്റ്റന്റ് ആണ്. ഒരു ഗിവൺ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാറില്ല, അൺലെസ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അത് മാറ്റാതിരുന്നാൽ. അങ്ങനെ മാറ്റുന്നൊന്നുമില്ല, റിജിഡ് ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ ഐ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറുന്ന ആളല്ല, ആ ഐനെ പുറത്തെടുക്കാം. സോ tau is equal to d by dt of I omega എന്നുള്ളതിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം tau is equal to I into d omega by dt. I into d omega by dt. Now d omega by dt is equal to alpha. d omega by dt പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച്, വിച്ച് ഈസ് ആംഗുലാർ ആക്സിലറേഷൻ. സോ d omega by dt ആൽഫയാണ്. അപ്പൊ നമ്മളെ റിസൾട്ട് ആയി tau is equal to I alpha. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, tau is equal to I alpha. സോ അതൊരു ഹോംവർക്ക് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് tau is equal to I alpha. ഇനി ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക, എക്സാമ്പിൾ 7.15 ആണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ 7.16 പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 7.16, 7.16, അതായത് 7.16, 7.15 അല്ലെങ്കിൽ 7.15 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് ഓവർ എ ഫ്ലൈ വീൽ ഓഫ് മാസ് 20 കിലോഗ്രാം. ഒരു നൂല്, നെഗ്ലിജിബിൾ മാസ് ഉള്ള ഒരു നൂല് ഒരു വീലിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, കുറേ ലെങ്ത് അത് ചുറ്റി വെച്ചിട്ടുണ്ട്. ആ വീലിന്റെ മാസ് 20 കിലോഗ്രാം ആണ്, വീലിന്റെ റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്. വീലിന് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ വീൽ ഫ്രിക്ഷൻലെസ് ബെയറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇതിന് റോൾ ചെയ്യാന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യണ്ട. ഇത് ചെയ്യുന്നതാണ്, ഈ നൂലിന്റെ ഫ്രീ എൻഡ് ഉണ്ട്, തൂങ്ങി നിൽക്കുന്ന, ബാക്കി ചുറ്റി വെച്ചതിന്റെ അറ്റം, ആ അറ്റത്ത് 25 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ പുൾ ചെയ്യാം. ഒരാള് അല്ലെങ്കിൽ എന്തൊരു സംവിധാനം ഉപയോഗിച്ചിട്ട് ഈ കയറിന്റെ എൻഡിൽ ഒരു 25 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ട് വലിക്കുകയാണ്. വലിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ വീല് തിരിയും, കയറ് ഇങ്ങനെ ലൂസായി പോരും. ഇതാണ് സംഭവിക്കുന്നത്. അൺവൗണ്ടിങ് ദി കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കോഡ് അൺവൈൻഡ് ചെയ്യുമ്പോൾ, അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 25 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് കോഡ് ഇങ്ങനെ അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ചോദ്യം ഇതാണ്, ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദി വീൽ. വീലിന്റെ 25 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വീലിന്റെ ആംഗുലാർ ആക്സിലറേഷൻ കാണണം. ഈ 25 ന്യൂട്ടൺ ഫോഴ്സ് പുൾ ചെയ്യുന്നുണ്ട്, അപ്പൊ ആ ഫോഴ്സ് ചെയ്ത വർക്ക് കാണണം. വീലിന്റെ ഈ വർക്ക് ഡൺ ടു പുൾ വെൻ 2 മീറ്റർ ഓഫ് ദി കോഡ് ഈസ് അൺബൗണ്ട്. അപ്പൊ 25 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ വലിക്കുമ്പോൾ വീൽ ഇങ്ങനെ തിരിയും, നൂലിങ്ങനെ അഴിഞ്ഞ് പോരും. ആ ഡയറക്ഷനിലാണ് തിരിക്കുന്നത് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ നൂല് എക്സ്ട്രാ പുറത്ത് അൺബൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 25 ന്യൂട്ടൺ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്ത ആ ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്? ആ വീലിന്റെ ആ സമയത്തുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച്
ഫ്രിക്ഷൻ മറ്റു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ ചെയ്ത വർക്ക് എന്നായിരിക്കും ആ വീലിന്റെ കൈനറ്റിക് എനർജി തുല്യമാവണം. ഓക്കെ, അത് മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരണം. ഇത് ഈ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ഒന്നായി വരണം എന്നുള്ളത്. ലോസ് ഇല്ല എങ്കിൽ അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാം? ആദ്യം ആംഗുലർ ആക്സലറേഷൻ കാണണം. ആംഗുലർ ആക്സലറേഷൻ കാണാൻ എന്താ ചെയ്യാം? ആംഗുലർ ആക്സലറേഷൻ കാണണമെങ്കിൽ ആൽഫയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആൽഫ കിട്ടണം. ആൽഫ കിട്ടണമെങ്കിൽ നമുക്ക് റിജിഡ് ബോഡിയാണ് ഈ വീല്. റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. റിജിഡ് ബോഡിയിലെ ആംഗുലാർ ആക്സലറേഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നാണ്. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറ്റും. കാരണം ഇതിന്റെ റേഡിയസും മാസും തന്നത് കൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് പറയുന്നത് വീലാണ്, ഫ്ലൈ വീലാണ്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു റിമ്മ് പോലെയല്ല, റിംഗ് അല്ല, ഒരു ഡിസ്ക് പോലെയാണ്. ഒരു മൊത്തമുള്ള വീലാണ്, അടഞ്ഞുള്ള സോളിഡ് ആയിട്ടുള്ള ഡിസ്ക് പോലെ സങ്കല്പിക്കാം. അപ്പൊ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഫ്ലൈ വീലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് സങ്കല്പിക്കണം. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ ഫ്ലൈ വീൽ എന്ന് കൊടുത്താൽ, ഒരു സൈക്കിൾ വീൽ എന്ന് കൊടുത്താൽ അത് റിംഗ് പോലെ സങ്കല്പിച്ചാൽ മതി. ഫ്ലൈ വീൽ എന്ന് കൊടുത്താൽ നിങ്ങൾ എന്ത് സങ്കല്പിക്കണം? വീൽ എന്ന് കൊടുത്താൽ ഡിസ്ക് ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഇതിൽ എഴുതി വെക്കണം ആൻസർ ഷീറ്റിൽ. ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഡിസ്ക് ആയിട്ടാണോ റിംഗ് ആയിട്ടാണോ ഈ വീലിന് എടുക്കേണ്ടത്. നിങ്ങൾ ഡിസ്ക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എഴുതി വെക്കണം. നോർമലി ഡിസ്ക് ആയിട്ടാണ് വരിക. ഇനി റിംഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അത് എഴുതി. അസ്യൂമിങ് ദി വീൽ ടു ബി ആസ് എ റിംഗ്, അത് കാണുന്ന രീതിയിൽ വ്യക്തമായിട്ട് എഴുതുക. എന്നാൽ ആ വാല്യൂ എന്ന ആൾക്ക് മനസ്സിലാവും ഈ കുട്ടിഞ്ഞ് ആൻസർ കീയിൽ അത് ഡിസ്ക് ആയിട്ട് എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളതെങ്കിലും നിങ്ങൾ റിംഗ് ആയിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മാറ്റണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ വാല്യൂ എന്ന ടീച്ചറിന് മനസ്സിലാവും ഈ കുട്ടി ഇങ്ങനെ ചെയ്താണ്. അതുകൊണ്ട് അത്തരം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതാണ് പിക്ചർ, ഇതാണ് ചിത്രം, ഇതാണ്. ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് തന്നെ ആയിരിക്കും. ഈ സി നിങ്ങോട്ടുള്ള റേഡിയസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു വീല്, ഫ്ലൈ വീല്. അതിന് ഈ നൂലിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതാണ്. ഇവിടെ 25 ന്യൂട്ടൺ വെച്ചിട്ട് വലിക്കുകയാണ്. അപ്പൊ ടോർക്ക് അബൌട്ട് സി, ഇതിന് അബൌട്ട് ആയിട്ടുള്ള ടോർക്ക് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ടോർക്ക് ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തിയാൽ അതിനെ നമുക്ക് ഐ ആൽഫയുമായി ഇക്വേറ്റ് ചെയ്താൽ അതിൽ നിന്ന് എന്ത് കാണാൻ പറ്റും? ആൽഫ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഇൻസൈറ്റ്. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ ടോർക്ക് കാണാൻ നമ്മുടെ കയ്യിൽ വേറെ ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. എന്താണ് ടോർക്കിന്റെ ഡെഫിനിഷൻ? ആർ ക്രോസ് എഫ്, അല്ലെങ്കിൽ ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ഇവിടെ ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്, ആർ എനിക്കറിയാം ഈ ഡിസ്റ്റൻസ് ആണ്, രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷനും ഈ റേഡിയസും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആർ ഇൻറ്റു എഫ് കണ്ടാൽ ഈ സിക്ക് അബൌട്ട് ആയിട്ടുള്ള ടോർക്ക് കിട്ടും. അപ്പൊ ടോർക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഐ ആൽഫ ഉപയോഗിച്ചിട്ട് നമുക്ക് ഐ അറിയാം. അപ്പൊ ടോർക്ക് ഡിവൈഡഡ് ബൈ ഐ ആയിരിക്കും ആൽഫ. അങ്ങനെ ആൽഫ കണ്ടെത്താം. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് മെത്തേഡ്. അപ്പൊ ടോർക്ക് സി കിട്ടി. ടോ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ആർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അത് റേഡിയസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആൾസോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അതിൽ നിന്ന് ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ആർ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ എഫ് ആർ ബൈ ഐ ആവും ആൽഫ. എഫ് അറിയാം, ആർ അറിയാം, ഐ അറിയാം. സോ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലൈ വീൽ അബൌട്ട് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഡിസ്ക് ആയിട്ട് സങ്കല്പിക്കുക. അപ്പൊ എം ആർ സ്ക്വയർ ബൈ 2. അപ്പൊ അത് കണ്ടാൽ 20 ഇൻറ്റു എം 20 കിലോഗ്രാം ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻറ്റു ആർ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 0.2 എന്ന് എഴുതാനെന്ന കാരണം 20 സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റി, അതുകൊണ്ട് 0.2 ആയി. 20 സെന്റിമീറ്റർ ആണ് 0.2 മീറ്റർ. അപ്പൊ 0.2 ഇൻറ്റു ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. അപ്പൊ ആൽഫ കാണാം. ഫോഴ്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് 25 ന്യൂട്ടൺ. ആർ റേഡിയസ് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് 0.2 മീറ്റർ ആണ്. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അഗെയിൻ 0.2 മീറ്റർ. 20 കിലോഗ്രാം ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, എം ആർ സ്ക്വയർ ചെയ്തപ്പോൾ 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ. അപ്പൊ ഇനി ഇവിടെ ചെയ്യാം എഫ് ആർ ബൈ ഐ. എഫ് പറഞ്ഞാൽ 25 ന്യൂട്ടൺ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്നപ്പോൾ ഇവിടെ കിട്ടി 0.4. 5 ഡിവൈഡഡ് ബൈ 0.4 എന്ന് വരും. 2.2 25 പറഞ്ഞാൽ 5. 12.5 സെക്കൻഡ് സ്ക്വയർ എന്ന് വരും ആൽഫ. ഈസിയാണ്. അപ്പൊ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു, ആൽഫ കണ്ടെത്തി. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഓക്കെ, പ്രോബ്ലം ചെയ്ത് ശരിക്കും മനസ്സിലാക്കണം. ആൽഫ കണ്ടെത്തി. രണ്ട് ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്.
അങ്ങനെ തന്നെ നമുക്ക് ടോ ഈക്വൽ ടു ഐ ആൽഫ, നിങ്ങൾ ടോർക്ക് ആൽഫയാണ് ചോദിച്ചത്. അപ്പൊ ആൽഫ കാണാനുള്ള പല ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡി ഒമേഗ ബൈ ഡി ടി ആൽഫക്കുള്ള ഒരു ഇക്വേഷൻ, പക്ഷെ ഇവിടെ ഒമേഗനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ മറ്റെന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ പോലെ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ കടന്നു വരുന്നത്. ആക്സലറേഷൻ ആണല്ലോ കാണാൻ പറഞ്ഞത്. ഫോഴ്സ് തന്നിട്ടുണ്ട്, ടോർക്ക് തന്നിട്ടില്ല. ഫോഴ്സ് തന്നിടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ടോർക്ക് ഉണ്ട്. ടോർക്ക് കിട്ടിയാൽ ആക്സലറേഷൻ കാണാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കണം. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ ആദ്യം തന്നെ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് വരും. അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടാവും, ഐ അറിയാം പക്ഷെ ടോ അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ നോക്കണം ടോ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ടോ എന്ന് പറയുന്നത്, ടോർക്ക് എന്ന് പറയാൻ ആർ ക്രോസ് എഫ് ആണ്, ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് തന്നിട്ടുണ്ട്, ആർ റേഡിയസും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ടോർക്ക് കാണാം. ആ ടോർക്ക് കാണുന്നു, ടോ ഈക്വൽ ടു ഐ ആൽഫ ഉപയോഗിച്ച് ആൽഫ കാണുന്നു. ഓക്കെ, വെരി സിമ്പിൾ. രണ്ടാമത് വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഫോഴ്സിലേക്കാണ്. ഈ ഫോഴ്സ് ചെയ്ത വർക്ക് കാണണമെങ്കിൽ ദിസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ നൂലിന്റെ എൻഡിലാണ്. അപ്പൊ ഈ നൂലിന്റെ എൻഡിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന്. അപ്പൊ ഈ വീലിങ്ങനെ തിരിയുമ്പോ ഈ നൂലിന്റെ ടിപ്പ് എന്ത് ചെയ്യും, താഴേക്ക് ഇങ്ങനെ പോവല്ലോ. ആ പോയത് എത്ര ദൂരം പോയി നോക്കിയാൽ ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ഗിവ് യു ദി വർക്ക്. മറ്റൊന്നും ആലോചിക്കണ്ട, ഇവിടെയാണ് നിങ്ങൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഈ നൂലിന്റെ പോയിന്റിൽ. അപ്പൊ ഈ നൂലിന്റെ ഈ എഡ്ജ്, ഈ ടിപ്പ് എൻഡ് മാത്രം നോക്കുക. വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻഡ് ഇങ്ങനെ താഴേക്ക് പോകും. ആ താഴേക്ക് പോകുന്നത് ഈ മൊത്തം 2 മീറ്റർ കോഡ് അഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ എൻഡ് എത്ര മീറ്റർ താഴേക്ക് പോകും, 2 മീറ്റർ താഴേക്ക് പോകണ്ടേ. ഈ കോഡിന്റെ ഈ കയറിന്റെ എൻഡിലല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പൊ 2 മീറ്റർ ഓഫ് വർക്ക് ഡൺ ടു പുൾ വെൻ 2 മീറ്റർ ഓഫ് ദി കോഡ് ഈസ് അൺവൗണ്ട്. അപ്പൊ ഈ കോഡ് ഇവിടെ ചുറ്റി വെച്ചതിൽ നിന്ന് 2 മീറ്റർ കഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ 2 മീറ്റർ താഴേക്ക് ഈ പോയിന്റ് പോകണം. ഓക്കെ, അപ്പൊ ഫോഴ്സ് അറിയാം 25 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്ററും. അപ്പൊ വളരെ സിമ്പിൾ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് 2 × 25 50 ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ടിപ്പ് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ ഡബ്ല്യു എന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് 25 × 2, ദാറ്റ് ഈസ് 15 ജൂൾ. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ കോഡ് താഴേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ തീറ്റ എന്ന് എടുക്കണ്ട, കോസ് തീറ്റ 1 ആയി മാറും, തീറ്റ 0 ഡിഗ്രി ആവും. എഫ് ഡോട്ട് ഡി ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് 25 × 2 50 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും ആര്, ഈ ഫോഴ്സ്. ഈ വർക്ക് എന്തായി മാറും, ഇതിന്റെ കൈനറ്റിക് എനർജി ആയി മാറും. അപ്പൊ ഇതിന്റെ കൈനറ്റിക് എനർജി സ്വാഭാവികമായിട്ടും അപ്പോൾ ഉള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 50 ജൂൾ ആയിരിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിൽ സി പാർട്ടും കൂടി, ഒരു പാർട്ടും കൂടി ഉണ്ട്. ഇതൊന്ന് ഈ 2 റിസൾട്ടും കൂടി കമ്പയർ ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട്. എന്താണ്, ഇത് രണ്ടും ഒരേ റിസൾട്ട് ആണ് വരിക, അപ്പൊ അതൊന്ന് എന്തുകൊണ്ടെന്ന് ജസ്റ്റിഫൈ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റിൽ എക്സാമ്പിൾ നോക്കിയാൽ മതി, ഞാനിതും കൂടിയേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ബി കിട്ടി. ഇനി സിയിലേക്ക് പോവാം. സി കാണണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് നമ്മൾ ലോജിക് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് നമുക്ക് പറയാം. നമുക്ക് അറിയില്ല കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ടോ. എന്നാൽ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ വേറെ ഫോഴ്സുകളും ഫ്രിക്ഷനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനർജി കൺസർവ് ചെയ്യണം. അപ്പൊ ഇത് ചെയ്ത വർക്ക് ഇതിന്റെ കൈനറ്റിക് എനർജി ആയി മാറണം. ഈ വീലിന് ആകെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്, ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പൊ ഈ വീലിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് എഴുതാം. അതല്ലാതെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ബേസിക് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അപ്പോഴും 50 ജൂൾ എന്ന് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇപ്പോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ എനിക്ക് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ കാണണം. ഐന്റെ കയ്യിലുണ്ട്, ഒമേഗ ഇല്ല. ഒമേഗ എപ്പോൾ ഒമേഗയാണ്, ഈ കോഡിന്റെ 2 മീറ്റർ ചുറ്റഴിഞ്ഞപ്പോൾ ഈ കോഡിന്റെ സ്പീഡ് എത്രയാണ്, 25 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും എമൗണ്ട് ഓഫ് ടോർക്ക്, എഫ് ആർ എന്ന് പറയുന്ന ടോർക്ക് ഇങ്ങനെ ഇതിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആംഗുലാർ സ്പീഡ് കൂടി വരും. ഇനീഷ്യലി അത് റെസ്റ്റിലാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അസ്യൂം വീൽ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പൊ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഇനീഷ്യൽ വാല്യൂ 0 എന്ന് എടുക്കാം. ഒമേഗ 0 = 0. അത് എന്തുകൊണ്ടാണ്, അസ്യൂം ദി വീൽ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി 2 മീറ്റർ കോഡ് ചുറ്റഴിയുമ്പോൾ ഇതിന്റെ ഒമേഗ എത്രയാണ്, അതാണ് ഒമേഗ ടി. അത് നമുക്കറിയില്ല, അത് കണ്ടാൽ നമ്മളെ സോൾവ് ആയി. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് 2 മീറ്റർ നൂല് അഴിഞ്ഞു പോരണമെങ്കിൽ ഈ വീൽ ആ സമയം കൊണ്ട് എത്ര റൊട്ടേഷൻ പൂർത്തിയാക്കും എന്നുള്ളതാണ് അടുത്ത ചോദിക്കേണ്ടത്. മനസ്സിലായല്ലോ, വീൽ ഇങ്ങനെ തിരിയുമ്പോഴാണല്ലോ ഇതിങ്ങനെ അഴിഞ്ഞു പോരുക. ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ എത്ര മീറ്റർ അഴിഞ്ഞു പോരും, അതൊന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഈ വീൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് പൂർത്തിയാക്കിയാൽ എത്ര മീറ്റർ എത്ര ലെങ്ത് കോഡാണ് അഴിഞ്ഞു പോരുക. ഈ വീലിന്റെ ചുറ്റളവ് നോക്കണം, ദാറ്റ് ഈസ് 2πr. അപ്പൊ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ പൂർത്തിയാക്കുമ്പോൾ 2πr ലെങ്ത് ഉള്ള കോഡ് അതിൽ നിന്ന് അഴിഞ്ഞു പോരും. അത് കോമൺ സെൻസ് നമുക്ക് മനസ്സിലാക്കാലോ. ഒരു വീലാണ്, ഒരു റിംഗ് ഇങ്ങനെ ചുറ്റിയേക്കാണ്.
ഒരു പ്രാവശ്യം ഇങ്ങനെയാണ് ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്ന് അഴിഞ്ഞു പോരുന്ന വീലിന്റെ എണ്ണം ഈ പോയിന്റ് ഒരു പ്രാവശ്യം തിരിയുമ്പോൾ എത്ര സഞ്ചരിച്ചു എന്ന് നോക്കിയാൽ മതി. ഈ പോയിന്റ് സഞ്ചരിക്കുന്ന എത്രയാണ്? 2πr ആണ് വീലിന്റെ. അതിന്റെ അർത്ഥം ഈ കോഡിന്റെ 2πr ലെങ്ത് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു റവല്യൂഷനിൽ 2πr ലെങ്ത് പുറത്തേക്ക്. സോ ലെങ്ത് ഓഫ് ദി കോഡ് അൺബൗണ്ട് ഫോർ വൺ റവല്യൂഷൻ ഈസ് 2πr. അതിലാർക്കും സംശയമില്ലല്ലോ. ദാറ്റ് ഈസ് ഈസി. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് അങ്ങനെയല്ല, ഇത്ര ലെങ്ത് അഴിഞ്ഞ് പോരുമ്പോൾ എത്ര റവല്യൂഷൻ ഉണ്ടായിരുന്നാണ്, അല്ലെങ്കിൽ എത്ര റൊട്ടേഷൻ ഉണ്ടായിരുന്നാണ്. റവല്യൂഷൻ എന്നല്ല, പ്രോപ്പർ വേർഡ് റൊട്ടേഷൻ ആണ്. എന്നാലും നിങ്ങൾ അങ്ങനെ എടുക്കുക. ഓക്കെ, പോട്ടെ, മാറ്റാനില്ല. അപ്പൊ എനിക്കിനി കിട്ടേണ്ട എന്താണ്? ഇതിപ്പോ ഒരു റവല്യൂഷനിൽ 2πr കോഡ് ലെങ്ത് ഓഫ് കോഡ് അഴിഞ്ഞു പോരും. അങ്ങനെയാണെങ്കിൽ ഇത്ര ഒരു ഗിവൺ ലെങ്ത് ഓഫ് ദി കോഡ് അഴിഞ്ഞ് അൺബൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര റവല്യൂഷൻസ് വേണം എന്നുള്ളതാണ്. അപ്പൊ ലെങ്ത് ഇവിടെ, അപ്പൊ നമ്പർ ഓഫ് റവല്യൂഷൻ n is equal to ലെങ്ത് ഓഫ് ദി കോഡ്. അതിന് ലെങ്ത് എന്ന് എഴുതിയിട്ടുള്ളൂ. ലെങ്ത് ഓഫ് ദി കോഡ് ഡിവൈഡഡ് ബൈ 2πr. കാരണം ഒരു റവല്യൂഷനിൽ 2πr ലെങ്ത് ആണ്. അപ്പോൾ ഇത്ര ഗിവൺ ലെങ്ത്തിൽ എത്ര റവല്യൂഷൻ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ലെങ്ത് ഡിവൈഡഡ് ബൈ 2πr. അപ്പൊ അത് ചെയ്താൽ 5 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. നമ്മൾക്ക് എത്ര ലെങ്ത് ആണ് കോഡ് ഉള്ളത്? 2 മീറ്റർ ആണ് കോഡ് കഴിഞ്ഞു പോന്നിട്ടുള്ളത്. അൺബൗണ്ട് ചെയ്തത് 2 മീറ്റർ ആണ്. ദാറ്റ് ലെങ്ത്, അതാണ് ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2πr. 2 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 0.2 മീറ്റർ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ ഇൻറ്റു 0. അപ്പൊ ഇത് ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 0.4 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. 2/0.4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 ഡിവൈഡഡ് ബൈ പൈ എന്ന് എഴുതാൻ പറ്റുന്നത്. ഞാൻ ഈ പൈ ക്യാൻസൽ ചെയ്ത് പോകും പിന്നീട്, അതുകൊണ്ടാണ് പൈ അതേപോലെ നിലനിർത്തുന്നത്. പൈ ഒക്കെ നിങ്ങൾ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എപ്പോഴും നല്ലത്. അപ്പൊ ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു റവല്യൂഷൻ ആണെങ്കിൽ ഇനീഷ്യൽ ആംഗുലാർ പൊസിഷൻ θ0 ആണെങ്കിൽ അതിലേക്ക് 2π ആഡ് ചെയ്യണം. 2 റവല്യൂഷൻ ആണെങ്കിൽ 2π ഇൻറ്റു 2 4π ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ n റവല്യൂഷൻസ്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് θt മൈനസ് θ0 എന്ന് പറയും n ഇൻറ്റു 2π. മുമ്പത്തെ ഒരു പ്രോബ്ലത്തിൽ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്പർ ഓഫ് റവല്യൂഷന്റെ ടേമിൽ എഴുതുമ്പോൾ θt മൈനസ് θ0 ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. θ0 ഇനീഷ്യൽ ആംഗുലാർ പൊസിഷൻ, θt ഫൈനൽ ആംഗുലാർ പൊസിഷൻ ഓഫ് ദി വീൽ. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര റവല്യൂഷൻ ഉണ്ടോ ഇൻറ്റു 2π ആയിരിക്കും. സോ n ഇൻറ്റു 2π എന്ന് എഴുതാം. n നമുക്കറിയാം. സോ 5 ഡിവൈഡഡ് ബൈ പൈ into 2π, that is 10 radians. So angular displacement കിട്ടി 10 radians. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള കാരണം ഇപ്പൊ എന്താണ്? നമുക്ക് ഒമേഗ ടി ആണ് കാണുന്നത്. ഒമേഗ 0 നമ്മളെ കയ്യിലുണ്ട്, ആൽഫ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ടൈം തന്നിട്ടില്ല. പിന്നെ നമുക്ക് കാണാനുള്ള ഒമേഗ ടി കാണാനുള്ള 2 ഇക്വേഷൻ നമ്മൾ, ഒന്ന് ഒമേഗ ടി മൈനസ് ഒമേഗ 0 ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് ടി മൈനസ് എക്സ് 0 ഇസ് ഈക്വൽ ടു വി 0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് ഒമേഗ 0 ഇസ് ഈക്വൽ ടു ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. പക്ഷെ അതിന് ടി വേണം, ടി ഇല്ല. അപ്പൊ ടി ഇല്ലാത്ത ഇക്വേഷൻ ഉണ്ടോ നോക്കുക. നമുക്കറിയാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് റൊട്ടേഷണൽ ഇക്വേഷൻ എഴുതിയാൽ ഒമേഗ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ ഇൻറ്റു θt മൈനസ് θ0. 2 ആൽഫ ഇൻറ്റു θt മൈനസ് θ0. അപ്പൊ അവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് പിന്നുള്ളത്. അതിൽ നമ്മൾക്ക് ഒമേഗ ടി നമുക്ക് വേണം, നമ്മൾക്ക് ഒമേഗ 0 ഉണ്ട്, ആൽഫ ഉണ്ട്, θt മൈനസ് θ0 കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. θt മൈനസ് θ0 കിട്ടാനുള്ള വഴിയാണ് പി പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഫൈനൽ ആൻസർ കിട്ടും. സോ ഒമേഗ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ ഇൻറ്റു θt മൈനസ് θ0. ഈ ഇക്വേഷൻ നേരത്തെ എന്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് എനിക്ക് θt മൈനസ് θ0 കാണാൻ പോയത്. അത് കണ്ടാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആൽഫ കാണാം. പോസിബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നോക്കണം. സോ ഒമേഗ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 12.5. ഒമേഗ 0 0 ആണ്, പ്ലസ് 2 ഇൻറ്റു ആൽഫ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 12.5 ആണ്, ഇൻറ്റു θt മൈനസ് θ0. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 10 ആണ്. യു വിൽ ഗെറ്റ് 250 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ ഒമേഗ ടി സ്ക്വയർ ഈസ് 250 റേഡിയൻസ് പെർ സെക്കൻഡ്. അല്ലെങ്കിൽ ഇതിനെ ഒമേഗ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇനി കെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ ഒമേഗ ടിന്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഹാഫ് തന്നെയാണ്. ഐ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 0.4 ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു 0.4 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 250 ഇവിടെ കിട്ടി, 250. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 50 ജൂൾ എന്ന് കിട്ടും. നേരത്തെ 50 ജൂൾ എന്ന് കിട്ടി, അത് തന്നെ ഇപ്പോഴും കിട്ടി. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. Conservation of mechanical energy. The work done is equal to kinetic energy. Another version, rotational motion work kinetic energy theorem ഒരു effect ആണ്. Work kinetic energy theorem ഞാൻ പറഞ്ഞു എവിടെയും valid ആണ്, because it is another version of the Newton's second law, and here it is also.
അപ്പൊ ഇതാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വഴി. ഇത്രയും മതി. ലെറ്റ് മീ വൈൻഡ് അപ്പ് നൗ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഈ ചാപ്റ്റർ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് ഞാൻ പറയും. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് റെഡി ആയിട്ട് പറയും. ഇനി നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് കുറെ കൂടി ബ്രീഫ് ആക്കിയിട്ട് ഫോക്കസ് ഏരിയ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കും. ഓക്കെ, താങ്ക് യു.